എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1707 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മഷൂദ് BHMS DAQ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, കേരള. 30 വർഷത്തിലകം ചികിത്സാനുഭവങ്ങൾ, 2 പുസ്തകങ്ങളുടെ രചയിതാവ്, കൃഷിയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ റിസർച്ച് ഇഷ്ടകാര്യം. ഇതിനോടകം ഡോക്ടർ നമുക്ക് 3 ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഡോക്ടറുടെ അൺവീൽഡ് മൈക്രോ സീക്രറ്റ്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ് എന്ന പുസ്തകത്തിന്റെ 3-ാം ഭാഗമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തക പരിചയത്തിനു വേണ്ടി ഡോക്ടർ മഷൂദ് ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഹലോ, കേൾക്കാമല്ലോ? നമസ്കാരം. എൻ്റെ 1707 ഈ സൂം വെബിനാറിന്റെ IFPHന്റെ ഈ പ്ലാറ്റ്ഫോമിൽ എൻ്റെ 4-ാമത്തെ അവസരമാണ്. എനിക്ക് ഈ അവസരം തന്ന IFPHന്റെ ഭാരവാഹികളോടും ഈ പ്ലാറ്റ്ഫോമിൽ സന്നിഹിതരായി ഇപ്പോൾ എന്നെ ശ്രമിക്കാൻ എല്ലാ നല്ല ഡോക്ടേഴ്സിനും അതുപോലെ ഹോമിയോപ്പതി ലവേഴ്സിനും ഉള്ള എൻ്റെ പ്രത്യേകമായ നമസ്കാരം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഞാൻ എൻ്റെ പുസ്തകത്തിന്റെ കുറച്ച് ഭാഗം നിങ്ങളോട് പറഞ്ഞിരുന്നു. സമയക്കുറവ് കാരണം ഇത്തവണ വീണ്ടും ഈ 3-ാം ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പുസ്തകത്തിനെ സംബന്ധിച്ച് ആദ്യമായി പുതിയതായി കേൾക്കുന്നവരൊക്കെ പറയാനുള്ളത്, ഹോമിയോപ്പതി ഔഷധങ്ങളിലും മറ്റ് ചില ഹെർബൽസിലും കുറച്ച് ഫ്രൂട്ട്സ്, പച്ചിലകള്, ഔഷധ സസ്യങ്ങള് ഇവയിലെല്ലാം കണ്ട സ്വന്തമായി എനിക്ക് കാണാൻ സാധിച്ച കുറച്ച് പദാർത്ഥങ്ങളുടെ ക്രിസ്റ്റലുകളെ കുറിച്ച് അവയുടെ ചിത്രങ്ങൾ എടുത്ത് അത് കാണിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ഞാൻ രചിച്ചത്. പുസ്തകത്തിലെ എല്ലാ പദാർത്ഥങ്ങളുടെയും ഞാൻ കണ്ട ഏതെല്ലാം വസ്തുക്കളാണോ അവയുടെ എല്ലാം സയന്റിഫിക് നെയിമും മലയാളം പേരും ഏത് പാർട്ടാണ് ഞാൻ സൊല്യൂഷനായി തയ്യാറെടുത്തത് എന്നതിനെ കുറിച്ചും ഈ വസ്തുക്കൾ പാരമ്പര്യമായിട്ട് നമ്മുടെ നാട്ടിൽ എന്തിനെല്ലാം ഉപയോഗിച്ചു വരുന്നു എന്നതിനെ കുറിച്ചുമൊക്കെ വ്യക്തമായി അല്പമെങ്കിലും ഒക്കെ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഞാൻ വളരെ ആകസ്മികമായി ഇലകളുടെ ടിഞ്ചറിൽ അല്ലെങ്കിൽ ഹോമിയോ ഔഷധങ്ങളുടെ ടിഞ്ചറിൽ കണ്ട കുറച്ച് ക്രിസ്റ്റലുകളാണ് എന്നെ ഈ സ്റ്റഡിയിലേക്ക് നയിച്ചതും ഇതിലേക്കുള്ള ഒരു 900-ഓളം സ്വന്തമായി തന്നെ ഞാൻ കണ്ടെത്തിയ മൈക്രോസ്കോപ്പിലൂടെ കണ്ടെത്തിയ കുറച്ച് ക്രിസ്റ്റലുകളെ ഇതിനകത്ത് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്ന പച്ച മരുന്നുകളും അതുപോലെ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന പച്ചമരുന്നുകളും നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പദാർത്ഥങ്ങളും അപൂർവം കുറച്ച് മദർ ടിഞ്ചറുകൾ ഹോമിയോപ്പതി ഔഷധശാലയിൽ നിന്ന് വാങ്ങിയതും ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എൻ്റെ പഠനത്തിന് വിധേയമാക്കിയവയുടെ എന്നെക്കൊണ്ട് സത്യസന്ധമായി ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരെ നമുക്ക് ഓണിയൻ, ചുവന്ന ഉള്ളി വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇത്തവണ അത് വീണ്ടും ഒന്നുകൂടി പറഞ്ഞ് ക്ലാസ് ആരംഭിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഒരു സ്ലൈഡ് ഒന്ന് കാണിക്കണം ഡോക്ടറെ. സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യണേ. 53 വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം. 53. ഇത് കോപ്പിറൈറ്റിനെ കുറിച്ചാണ്. എൻ്റെ പുസ്തകത്തിന്റെ ചിത്രങ്ങളെ കുറിച്ചാണത്. ഇപ്പോ
83 നമുക്ക് കുറച്ചുകൂടെ പോട്ടെ. ഉണിയൻ എടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം 53-ാം സ്ലൈഡ് ആയിരുന്നു തോന്നുന്നു ലാസ്റ്റ്. കുറച്ചുകൂടെ താഴോട്ട് മുമ്പുള്ള ഒണിയൻ മുകളിലോട്ട് പോട്ടെ ഡോക്ടറെ. കുറച്ചുകൂടെ ഇതൊന്നും പറഞ്ഞില്ല. ഇതിന് കുറച്ചും കൂടെ മുമ്പോട്ടാണ്, കഴിഞ്ഞല്ല. ഇതിന് താഴെ ഒന്നുകൂടെ പോട്ടെ സ്ലൈഡ്. ഇത് തന്നെ. പിന്നെ ചുവന്നുള്ളി നമുക്ക് കാണാം. ഇതൊരു ബൈനിയൽ ഹെർബാണ്. നമ്മൾ ഉള്ളി മുളച്ചു നിൽക്കുന്നതൊക്കെ നമുക്ക് സാധാരണ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ബൾബ് എന്ന് പറയുന്ന പോർഷനാണ് ഉള്ളി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉള്ളി നമുക്കറിയാം 1500 BC മുതല് ഭക്ഷണ പദാർത്ഥത്തിൽ ആയിട്ട്, ഭക്ഷണത്തിന് പാചകത്തിനായിട്ട് ഉപയോഗിക്കുക വരുന്ന ഒരു ബൾബാണ്, ഒരു സസ്യമാണ് നമ്മുടെ ഈ ഉള്ളി. ഇപ്പോൾ അലിയം സെപ്പ എന്ന് പറഞ്ഞാല് നമ്മുടെ അലിയം സെപ്പ തന്നെ ഈ അനേകായിരം ഒരുപാട് ഉപയോഗങ്ങൾ നമ്മുടെ കണ്ണിന് ആയിരുന്നാലും ശരി, ത്വക്കിന് ഒക്കെ ഉപയോഗിച്ച് വരുന്നതാണ്. ഹോമിയോപ്പതിക്കാർക്ക് പ്രത്യേകിച്ചും ഈ അലിയം സെപ്പയെ കുറിച്ച് പറയണമെന്നില്ല. ഇതില് കാൽഷ്യവും അയണും ഫോസ്ഫറസും ഉണ്ട് എന്നുള്ളതിന് പുറമെ ഈ ചെറിയ ഉള്ളിയിലും വലിയ ഉള്ളിയിലും കാണുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സൾഫറാണ്. അപ്പൊ സൾഫറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും മുറിവ് ഉണക്കുന്നതിനും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആന്റിസോറിക് സൾഫറാണ്. പ്രോട്ടീന്റെ പ്രധാന ഘടകം, അതായത് മനുഷ്യ ശരീരത്തിലെ എന്നല്ല മറ്റ് സസ്യങ്ങളുടെ എല്ലാം തന്നെ പ്രോട്ടീൻ എന്ന് പറയുന്ന നമുക്കറിയാം, പ്രോട്ടീന്റെ പ്രധാനമായിട്ടുള്ള ഘടകം സൾഫറാണ്. അപ്പൊ സൾഫറിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളി കഴിച്ച് നമ്മുടെ ഉള്ളിലുള്ള കുടലിലുള്ള വ്രണങ്ങളും വായിലുള്ള മുറിവും ഒക്കെ ഉണങ്ങി വരും ഉള്ളി ചേർത്ത് കഴിക്കണമെങ്കിൽ. ഇപ്പൊ കഞ്ഞി അസുഖങ്ങളൊക്കെ പിടിച്ചു കിടക്കുന്നത് അസുഖം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ക്ലിയർ ആകുന്നതിന് വേണ്ടി എപ്പോഴും നമ്മൾ ഉള്ളിയൊക്കെ ചേർത്തുള്ള ചെറിയ ചമ്മന്തി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്? ഈ സൾഫർ അധികമായിട്ട് ഈ ഉള്ളിയിലുള്ളത് നമുക്കുണ്ടായ ക്ഷതങ്ങൾ പെട്ടെന്ന് ഉണക്കുകയും മുറിവുകൾ ഉണക്കുന്നതിനും സൾഫറിന് സാധിക്കും. അതുകൊണ്ടാണ് ഈ ചെറിയ ഉള്ളിക്ക് കൂടുതൽ പ്രാധാന്യം ഉള്ളത്. അതുപോലെ തന്നെ ഈ അലിയം സെപ്പ നമ്മുടെ ജലദോഷം അത് അത്രമാത്രം ഇറിറ്റന്റുമാണ്. അപ്പൊ അത്രയും ഇറിറ്റന്റ് ആയിട്ടുള്ള ഒരു പദാർത്ഥം തന്നെ അതുപോലുള്ള നമ്മുടെ ഹോമിയോപ്പതിക്കലായിട്ട് നാം ഉപയോഗിക്കുന്നത് അറിയാം, ജലദോഷം പോലുള്ള സാധാരണ റൈനൈറ്റിസ് ഇതൊക്കെയാണ്. അടുത്തത് ഇതിന്റെ ക്രിസ്റ്റൽസ് ഒന്ന് കാണിക്കാം. ക്രിസ്റ്റൽസ് കാണിക്കൂ ഡോക്ടറെ. നെക്സ്റ്റ് സ്ലൈഡ്. ഇതില് ഈ റൈറ്റ് സൈഡിൽ തന്നെ ചെറിയ ക്രിസ്റ്റൽ താഴോട്ട് ക്രിസ്റ്റൽസ് ഒന്ന് കാണിക്കണം. ചുവന്നുള്ളിയുടെ ക്രിസ്റ്റൽസ് ഒന്നും കൂടെ താഴെ. ഇത് തന്നെ. അപ്പൊ ഇതിലെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ക്രിസ്റ്റൽസ്, ആ ലെഫ്റ്റ് താഴെയുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. അടിയിൽ ആ പേര് ചെറുള്ള എന്നൊരു മിസ്റ്റേക്ക് ആണ് വന്ന് കിടക്കുന്നത്. അത് വന്ന കോപ്പിയിൽ വരുന്ന മിസ്റ്റേക്ക് ആണ്. ചെറിയ ഉള്ളിയുടെ തന്നെ ഒരു ക്രിസ്റ്റലാണ്. പല സൈഡിൽ ആ കണ്ണുപോലെ കിടക്കുന്നത്, ആ സൈഡിൽ കിടക്കുന്ന ക്രിസ്റ്റൽ ചരിഞ്ഞു കിടക്കുന്നതാണ്, അതിന്റെ വ്യൂ ആണ്. പിന്നെ മുകളിൽ കാണുന്ന ഒരു റോഡ് പോലെ കിടക്കുന്നത് അത് വളരെ നീളത്തിൽ തന്നെ കാണുന്ന ഒരു ക്രിസ്റ്റലാണ്. അത് ഈ കറ പോലുള്ള ഒരു സാധനം ഉള്ളിൽ നിന്ന് ഒലിച്ചു വരുമല്ലോ, നമ്മൾ ഒടിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു വെളുത്ത പാൽ പോലെ വരുന്നത്, അതായിരിക്കണം ഈ വെളുത്ത മുകളിൽ കിടക്കുന്ന റോഡ് പോലുള്ള നീണ്ടു കിടക്കുന്ന ക്രിസ്റ്റൽ എന്ന് എനിക്ക് തോന്നി. അപ്പോ ഉള്ളി ഇത്ര തന്നെ. നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്ലൈഡ്. അടുത്തത് സിന്നമോം അല്ലെങ്കിൽ വയണ. നമ്മൾ സാധാരണ വയണ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ നാട്ടില് കറുവാപ്പട്ട എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുന്നത്, കറുവപ്പട്ട. അപ്പൊ ഇത് വയണ എന്നും പറയുന്നത്. ഇപ്പൊ വയണയും കറുവാപ്പട്ടയും രണ്ട് സ്പീഷീസ് ആണ്. എന്നാലും ഇത് നമ്മൾ സാധാരണ മെഡിസിൻ ഉപയോഗിക്കുന്നത് സിന്നമോമം എന്ന് പറയുന്നത് സിന്നമോമം സൈലാനിക്കം ആണ്. ഞാനിതിന്റെ വ്യൂ, അതായത് പാർട്ട് പഠിച്ചിരിക്കുന്നത് നോക്കിയത് താഴോട്ട് വരുടെ പ്ലാന്റ് തന്നെ കാണും. ഡോക്ടറെ അതിന്റെ ആ പ്ലാന്റ് ലീഫ് ഒന്ന് കാണിക്കണം. കുറച്ചുകൂടെ താഴെ. താഴെ ഇത് മുകളിലായി പോയി. ആ വയണയുടെ തന്നെ ഒരു ലീഫ് കാണിക്കണം. ഇത് താഴെ മുകളിലോട്ടായിരുന്നു പോയി. ഇത് നേരത്തെ കാണിച്ചത് തന്നെ ഉള്ളി കഴിഞ്ഞിട്ടുള്ള വയണ. ഇത് തന്നെ.
ഈ ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് കാണാം, നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. അതിൽ ആ എരിവ് പകരുന്ന ഭാഗം ഇതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെ സ്പെഷ്യലായിട്ട് ഞാൻ നോക്കിയതാണ്. ഇതൊന്നും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. ആർക്കും വേണമെങ്കിൽ ഇത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ കൂടുതൽ സാധ്യതയുള്ള ഒരു ഫീൽഡാണ്. ഒരുപാട് പേര് ഒരു പക്ഷേ ഇത്രയും നാളായിട്ടും ഇത് ആരും കണ്ടു കാണില്ല. ഈ വരുന്ന കോഹോസ്റ്റ് ആക്കിയതുകൊണ്ടായിരിക്കും വരുന്ന പാർട്ടിസിപ്പൻസിന്റെ അത്രയും എൻ്റെ കയ്യിൽ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഫേസ് കാണാൻ പറ്റുന്നില്ല, വന്ന് തടയുന്നു. യു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് പിക്ചർ കാണാൻ പറ്റുന്നില്ല. 2 people entered the waiting room എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സബ്മിറ്റ് കോഹോസ്റ്റ് എന്നുള്ള ചെയ്തിട്ടുണ്ട്. കോഹോസ്റ്റ് മാറ്റിയേക്കാം. ആ കേൾക്കാമല്ലോ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഒന്ന് നോക്കട്ടെ കോഹോസ്റ്റ് എന്നുള്ള. ഇനി കുഴപ്പമുണ്ടോ? ഇപ്പൊ ഇനി കാണാം. പ്രശ്നം. ഇത് നെക്സ്റ്റ് പേജ് ഒന്ന് കാണിക്കൂ. ഈ സിന്നമോമം എന്ന് പറയുന്നെങ്കിലും ഞാൻ ഈ സ്റ്റഡി ചെയ്തിരിക്കുന്നത് ഇടന എന്ന് പറഞ്ഞ ഒരു മലയാളത്തിൽ ഇടന, നമ്മുടെ ഈ അപ്പമൊക്കെ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൈപ്പുള്ള നമ്മുടെ നാട്ടിലെ ഇടന എന്ന് പറയുന്ന ഒരു ഇതാണ് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഈ ലീഫ്. അതേസമയം വയണയുടെ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിൽ ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ സ്റ്റൗട്ട് ആയിട്ടുള്ള നീളം കുറഞ്ഞ ലീഫാണ്. അതും ക്ലാരറ്റിസ്റ്റിക് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് രണ്ടും ഒന്നാണ്. ഞാൻ ഇടുക്കിയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലുള്ള ഇത് മാത്രമേ കിട്ടൂ. ഇടുക്കിയിൽ ജോലി ചെയ്തപ്പോൾ ഞാൻ ഇത് യഥാർത്ഥത്തിലുള്ളതിന്റെ പട്ടയും യഥാർത്ഥത്തിൽ നാം ഉപയോഗിക്കുന്ന വയണയുടെ ഇലയും എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിലും ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ ഈ വയണയിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റൽസ് സെയിം ആണ്. ഈ താഴെ ഇതിനകത്ത് ഒരു തമാശ എന്ന് പറയുന്നത്, എന്റെ പുസ്തകത്തിലുടനീളം ഞാൻ ഇത്തരത്തിലുള്ള തമാശ വെച്ചിട്ടുണ്ട്. അത് കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഫ്രണ്ടില് എന്റെ ഫ്രണ്ട് പ്രിഫൈസിൽ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്. ഈ രണ്ടാമത്തെ താഴെ കിടക്കുന്ന ആ ഒരു ക്രിസ്റ്റൽ വൈ എന്ന രൂപം പോലെ നോക്കും. അതൊന്നും ഒരു ക്രിസ്റ്റൽ ഇങ്ങനെ തെന്നി കിടക്കുന്നതല്ല. ഒരു ക്രിസ്റ്റൽ ഇങ്ങനെ ചരഞ്ഞ് കുറച്ച് സ്ലിപ്പ് ചെയ്ത് കിടക്കുമ്പോഴും ഇങ്ങനെ കാണും. ഞാനത് പല പ്രാവശ്യം നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് സ്ലിപ്പ് ചെയ്തതല്ല. ഞാൻ താഴെ തന്നെ അത് വരച്ച് വളരെ കൃത്യമായിട്ട് വരച്ചതിലും ആ വൈ എന്ന് പറയുന്ന ഒരു രൂപത്തിൽ ഇങ്ങനെ കിടക്കും. ആ ക്രിസ്റ്റലിനെ കുറിച്ച് പറയാനാണ് ഈ വൈ മലയാളത്തിലെ ഒരു പക്ഷേ വൈയണ എന്ന് പറയുന്നത് ഈ വാക്കിൽ നിന്നാണോ എന്ന് നമുക്ക് ഒരു ചെറിയ രസത്തിന് വേണ്ടി മാത്രം ചിന്തിക്കാന്നുള്ളൊരു കാര്യമാണ്. വളരെ പഴയ പേരുകളാണ്. ഇതിന് ഒരുപാട് തെളിവുകളുണ്ട്. ചില ഇനി വരുന്ന ക്രിസ്റ്റൽസിലെല്ലാം ഞാൻ അത് എടുത്തു പറയാം. ആ വയണ ഇതിൽ വൈ കാണാം. ഇനി അടുത്ത പേജ് ഒന്ന് കാണിക്കുമോ? ഇത് വർഷങ്ങൾക്ക് ശേഷം ഇത് 2 പ്രാവശ്യം ഞാൻ ഒരു 4 വർഷത്തിന് ഇടവേള ഇട്ട് ഒരു 12 വർഷത്തിനിടയ്ക്ക് ഈ ക്രിസ്റ്റൽ വീണ്ടും കണ്ടതാണ്. അപ്പൊ മറ്റത് ഒരു 4 വർഷം 2010 ആദ്യം കണ്ടു. പിന്നെ 2012 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടു. പിന്നീട് ഞാൻ ഇടുക്കിയിൽ പോയതിനു ശേഷം ഈ വൈ എന്നുള്ളതിനെ എനിക്ക് നല്ല പ്രകടമായിട്ടൊരു ക്രിസ്റ്റലാണ് കിട്ടിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ താഴെയുള്ള ആ ക്രിസ്റ്റൽ കണ്ടില്ലേ, അത് വൈ അല്പം വൈ കിടക്കുന്നുണ്ട്, ആ വെളുത്ത ഭാഗം മാത്രം. അതൊരു ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ക്രിസ്റ്റലാണ്. പക്ഷെ ആ 2 ആംഗിൾ വരുമ്പോൾ അവിടെ അത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ ആ ഒരു കോൺ റൈറ്റ് സൈഡിലുള്ള ആ ഒരു കോൺ എന്ന് പറയുന്നത് അത്രയും മാത്രം ഒരു ചരിവാണ്, സ്ലോപ്പാണ്. അപ്പൊ ഈ ഭാഗം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ വൈ എന്ന് കാണും. അതിന്റെ ഫ്രണ്ടിലുള്ള ഭാഗം കുറച്ച് നോക്കുമ്പോൾ വൈയുടെ ഒരു ചെറിയ കട്ടിങ് വരും. അതാണ് വൈ. ഈ ക്രിസ്റ്റലാണ് വൈ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രിസ്റ്റൽ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇതിനെ മാത്രം ഞാൻ കണ്ടതാണ്. ഇത് ഇങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ വയണ. അപ്പൊ ഞാൻ പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ലിയോണുകൾക്ക് 17ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കുന്നതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഈ പദാർത്ഥങ്ങൾ ഈ പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇത് ഒരു പക്ഷേ വിദേശത്ത് ഒരാളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ അവർ തന്നെ സൗകര്യപ്രദമായിട്ട പേരാണോ അത് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞതാണോ എന്നറിയാൻ വയ്യ. മൈക്രോസ്കോപ്പുകൾ ഉണ്ടാകുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ക്രിസ്റ്റൽസ് ഗ്ലാസിന്റെ പീസൊക്കെ വരച്ചും പിന്നെ ഐസ് പീസിന്റെ ഭാഗങ്ങളിൽ വെച്ചും ഗ്ലാസിന്റെ മുറിഞ്ഞ ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് ലെൻസ് പോലെ പലതും പ്രാകൃത്യ തന്നെ കിട്ടി പലരും ഒബ്സർവ് ചെയ്തിട്ടുള്ളതായിട്ട് ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പേരുകൾ ആയി എന്നുള്ളത് പിന്നെ ചില രസകരമായ ഒരു കാര്യം ഈ പുസ്തകത്തിൽ എനിക്ക് കാണാൻ കഴിച്ചിട്ടുണ്ട്. ആ പേര് അങ്ങനെയാണോ ഒരു പക്ഷേ ഈ പേരുകൾ ഈ വളരെ പഴയ സസ്യങ്ങൾക്ക് വന്നതെന്ന് നമുക്ക് ഇതിനു വേണ്ടി കാണാവുന്നതാണ്. നെക്സ്റ്റ് ഡോക്ടറെ അടുത്ത സ്ലൈഡ്. ഇത് യൂപ്പറ്റോറിയം സ്പീഷീസിൽ വരുന്നതാണ്. യൂപ്പറ്റോറിയം തന്നെ ഒരു 8-9 ഐറ്റം യൂപ്പറ്റോറിയം ഉണ്ട്. യൂപ്പറ്റോറിയം ചെറുതുണ്ട്, വലുതുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന യൂപ്പറ്റോറിയമാണ്. യൂപ്പറ്റോറിയം സ്പീഷീസിൽ വരുന്ന ഒന്നാണ് ഇത്. യൂപ്പറ്റോറിയം പെർഫോളിയേറ്റ് ആണ് നമ്മുടെ ഹോമിയോ ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഇത് അതല്ല. മലയാളത്തിൽ ഇതിനെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയും. നമ്മുടെ നാട്ടില് പൂച്ചെടി ഒരുതരം പച്ച ഇലയാണ്, പൂച്ചെടിയാണ്. ഒരു സ്മെല്ലുണ്ട്, നല്ല പ്രസന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഇലകളിൽ കണ്ട ക്രിസ്റ്റൽസ് ആണ് ഞാൻ അടുത്ത് എഴുതിയിരിക്കുന്നത്. ഇത് ഈ കഴിഞ്ഞ ഡെങ്കി ഫീവറിന് ഈ ഈ യൂപ്പറ്റോറിയം വളരെയേറെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പോഴും ഈ ഇതിന്റെ ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കൂട്ടുന്നതിന് യൂപ്പറ്റോറിയത്തിന് പങ്കുണ്ട്. ഈ പാപ്പയുടെ ഇല എന്ന് പറയുന്നത് പോലെ തന്നെ ഡെങ്കി ഫീവറിനും നമുക്ക് ഈ യൂപ്പറ്റോറിയം നമ്മളെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ബോൺസെറ്റ് എന്നാണ് ആ യൂപ്പറ്റോറിയത്തിന്റെ വേറൊരു പേര്. ഇപ്പൊ ഈ യൂപ്പറ്റോറിയത്തിനെ കുറിച്ച് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ഒരു 120 മുതൽ 160 വരെയുള്ള BC കാലഘട്ടങ്ങളില് ബോണ്, അതായത് എല്ലുകൾക്ക് ഉണ്ടാകുന്ന ഒടിവിനെ പെട്ടെന്ന് ക്യൂർ ആകുന്നതിന്, സ്പീഡപ്പ് ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നു. യൂട്രൈൻ കംപ്ലയൻസിന് ഉപയോഗിച്ചിരുന്നു. ഹെപ്പാറ്റിക് കംപ്ലയൻസിന് ഉപയോഗിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ യൂപ്പറ്റോറിയത്തിന് ഇത്തരത്തിലുള്ള പല ഉപയോഗങ്ങളും നമ്മുടെ BC കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നതായിട്ട് ഞാൻ എൻ്റെ കീനോട്ടിൽ അത് എവിടെയോ കണ്ട് എഴുതിയിട്ടിരുന്നത് ഇന്ന് ഞാൻ വീണ്ടും എടുത്ത് വായിക്കാനിടയായി. അതിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു, ഞാൻ കൂടുതലായിട്ട് എഴുതി വെച്ചിരുന്നത്, അത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് കുറച്ച് മാത്രം ഇത്രയും തന്നെയാണുള്ളത്. അത് ഹെപ്പാറ്റിക് കംപ്ലയൻസിനും യൂപ്പറ്റോറിയം ഉപയോഗിച്ചിരുന്നു. ബോൺസെറ്റ് എന്നാണ് ഇതിന്റെ പേര് അന്ന് മുതലേ ഉള്ളത്. അത് ഈ ബോണിന്റെ ഉറച്ചു വരുന്നതിന്, ബോൺ പെട്ടെന്ന് ക്യൂറായി വരുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു മരുന്ന് കൂടെയാണ്. അതാണ് യൂപ്പറ്റോറിയം സ്പീഷീസിൽ വരുന്നതാണ് ബോൺസെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ലീഫും ഷൂട്ടും ആണ് ഞാൻ ഇതിനകത്ത് ഒബ്സർവ് ചെയ്തിരുന്നത്. സമൂലമായിട്ട് ഇതിനെ റൂട്ട് ഉപയോഗിക്കാറില്ല. സാധാരണ വേറിന് മുകളിലുള്ള തണ്ടും ലീഫുമാണ് മരുന്നിന് ഉപയോഗിക്കുന്നത്. ധാരാളമായിട്ട് ഇതില് പനിക്കാണ് ഇത് ഉപയോഗിച്ച് വരുന്നത്. ബേൺസിനും ഉപയോഗിക്കാറുണ്ട്. പൊള്ളലൊക്കെ വന്നത് പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്കിൻ ഇൻഫെക്ഷന് ഉപയോഗിക്കുന്നുണ്ട്. വളരെ നൂറ്റാണ്ടുകളാ മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധ സസ്യമാണ് യൂപ്പറ്റോറിയം. നമ്മുടെ യൂപ്പറ്റോറിയം പെർപോളിയേറ്റമാണ്. ഇത് യൂപ്പറ്റോറിയത്തിന്റെ വേറൊരു സ്പീഷീസ് ആണ്. ചെറിയ യൂപ്പറ്റോറിയം ഉണ്ട്. യൂപ്പറ്റോറിയത്തിന്റെ എല്ലാത്തിന്റെയും ഈ ഇൻഫ്ലോറസൻസ്, അതായത് ഫ്ലവർ ഹെഡ് എല്ലാം ഒരുപോലെ ആയിരിക്കും. തിരിച്ചറിയാൻ ഏറ്റവും നല്ലത് ഇതിന്റെ മണവും ഒന്നായിരിക്കും, ആ പൂക്കളും ഇതായിരിക്കും. പക്ഷെ ചെറുതായിരിക്കും. ലീഫൊക്കെ വളരെ ചെറുതുണ്ട്. കണ്ടാല് വളരെ ചെറിയത്, ഒരു 1.5 ഇഞ്ച് മാത്രം നീളമുള്ള യൂപ്പറ്റോറിയം ഉണ്ട്, ലീഫുള്ള. ഈ നമ്മുടെ സസ്യം ഇവിടെ ഉള്ളതില് ഒരുമാതിരി നല്ല രീതിയിൽ പടർന്നു വരുന്നതും പെട്ടെന്ന് വളർന്നു വരുന്നതും കണ്ട് ഒരുമാതിരി സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അടുത്തത് ഇതിന്റെ ക്രിസ്റ്റൽസ് ഒന്ന് കാണാം. നെക്സ്റ്റ് സ്ലൈഡ്. ഈ ക്രിസ്റ്റൽസ് താഴെ കാണുന്നുണ്ട്, കുറച്ച് കെട്ടിയിട്ട് ഒരു കിടക്കുന്ന പോലെ കുറച്ച് കിടപ്പുണ്ട്. അതെല്ലാം തന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രിസ്റ്റൽസ് ആണ്. നമുക്ക് ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ എല്ലാം സുതാര്യമാവണമെന്നില്ല, പക്ഷെ ഇതിൽ വളരെ കൂടുതൽ സുതാര്യമായ ക്രിസ്റ്റൽസ് ഉണ്ട്. ആ മുകളിൽ കിടക്കുന്ന ഒരെണ്ണം ആഷിൽ നിന്ന് കണ്ടതാണ്. റൈറ്റ് സൈഡിൽ കണ്ടത് ഇതിന്റെ ലീഫ് ആഷ് ആക്കിയതിനു ശേഷം അതിൽ നിന്ന് കണ്ട ക്രിസ്റ്റലാണ് ആ മുകളിൽ റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. സാധാരണ ക്രിസ്റ്റൽസ് ഇതിന്റെ ഈ മദർ ടിഞ്ചറിൽ നിന്ന് കണ്ടതാണ് ഈ താഴെ കാണുന്നതും ലെഫ്റ്റ് സൈഡിൽ കാണുന്നതുമായിട്ടുള്ള ക്രിസ്റ്റൽ. അതിലൊരു 8 പോലെ കിടക്കുന്ന ഒരു ചെറിയ ക്രിസ്റ്റൽ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് കാണാം. രണ്ടാമത് മുകളിൽ നിന്ന് രണ്ടാമത് താഴെ, അത് നല്ല തിളക്കമുള്ള ഒരു പദാർത്ഥമാണ്. ശരിക്കും അത് എന്താണെന്ന് കണ്ടിട്ടില്ല. മറ്റ് ഹൈഡ്രോകോട്ടൈൽ ഏഷ്യാറ്റിക്ക അതിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള 8 പോലെ കണ്ടിട്ടുണ്ട്. അതിലും കാണാം, ഇതിലും കാണാം. ഇതൊക്കെ ആയിരിക്കും അതിന്റെ മെഡിസിനൽ കൂടുതലും പ്രാധാന്യപ്പെട്ടതെന്ന് നമുക്ക് ഊഹിക്കാം. അടുത്ത കാണിക്കും. ഇത് മഡർ അല്ലെങ്കിൽ കലോട്രോപ്പിസ്. നമ്മുടെ നാട്ടിലുള്ളത് തന്നെ എരുക്ക്. ഞാൻ ഇവിടുന്ന് ഒരിക്കൽ സൗദി അറേബ്യ പോയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം കാറിലും പോയപ്പോൾ തന്നെ അവിടെ മുഴുവനും എനിക്ക് ആദ്യം കാണാൻ പറ്റിയ സസ്യം ഈ എരുക്കായിരുന്നു. അവിടങ്ങളിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്രയും 3000 കിലോമീറ്റർ ദൂരെ സൗദി അറേബ്യയിലെ കടലിനക്കരെ തന്നെ ഈ എരുക്ക് ധാരാളം ഉണ്ടല്ലോ എന്ന്. എരുക്കിനെ നമുക്ക് വളരെ വർഷങ്ങൾക്ക് പാരമ്പര്യമുള്ള ചികിത്സയാണ്. പാരമ്പര്യമായിട്ട് വളരെ വർഷങ്ങൾ തന്നെ ഉണ്ട് ഇതിന്റെ ചികിത്സാപരമായിട്ട് ഉള്ള പ്രാധാന്യം. ഇത് ഒരു പോയിസണസ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് ഒടിച്ചു നോക്കിയാൽ കറ വരും, വെളുത്ത ഒരു കറ വരും. അതൊരു റെസിനാണ്. അതിന് കലോട്രോക്സിൻ എന്ന് പറയുന്നത്, കലാക്റ്റിൻ എന്ന് പറയുന്നത്, അസ്കാരിൻ എന്ന് പറയുന്ന, കലോട്രോപ്പിൻ, ഇങ്ങനെയെല്ലാം പറയുന്ന പ്രിൻസിപ്പിൾസ്, ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആയിട്ട് ഉണ്ട് ഇതിന്റെ ഈ കറയിലും ഇതിന്റെ ലീഫിലും. ഈ ലീഫ് അടുത്ത കാലത്ത് ഈ ഡയബറ്റീസ് ഉള്ളവരെ കാലിൽ പറിച്ച് കെട്ടി വെച്ചിരുന്നിട്ട് ഉറങ്ങി കഴിഞ്ഞാൽ അതൊരു ടക്കാര പോലുള്ള, ടക്കാര എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെഡിസിൻസ് അവര് ബ്രാൻഡിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പാഡ്
കാലിന്റെ പാദത്തിലെ പ്ലേത് രാത്രി കിടന്നുറങ്ങി രാവിലെ ഇരിക്കുമ്പോൾ കിഡ്നിയുടെ ഡിസീസ് ഉള്ളവർക്കൊക്കെ അത് ക്ലിയർ ആയിട്ട് ഈ പാദത്തിലൂടെ പോകുമെന്നൊക്കെ പറഞ്ഞൊരു ചികിത്സയുണ്ട്. അത് ഈ ന്യൂട്രീഷണൽ പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുന്നവർ വലിയ വിലയ്ക്ക് വിൽക്കുന്ന വലിയ ഒരു വളരെ കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു ഫീൽഡാണ്. എന്നാൽ ഈ ലീഫ് അതുപോലെ വെച്ച് കെട്ടിയാൽ ഷുഗറിന് സാന്ത്വനമുണ്ട്, ഡയബറ്റിക് പേഷ്യൻസിന് സാന്ത്വനമുണ്ട് എന്ന് അടുത്ത കാലത്ത് പല നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ പരസ്യം വരുന്നുണ്ട്. അത് പാരമ്പര്യമായിട്ട് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ അറിയില്ല. പക്ഷെ എരുക്ക് അലോപ്പതി മരുന്നിലും ആയുർവേദത്തിലും നമ്മുടെ ഈ പാരമ്പര്യ വൈദ്യത്തിലും വളരെ നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ്. നാട്ടിൻപുറത്തെല്ലാം ഇപ്പോഴും എരുക്ക് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇതിന്റെ വിറയിലാണ് കൂടുതലായിട്ടും മെഡിസിൻ ആക്ഷൻ ഉള്ളത്. എക്സീമ പോലുള്ള ഡിസീസസ് ഉണ്ട്. ഒരു കാലത്ത് പാമ്പ് വിഷത്തിന് ഇതിനെ ഉപയോഗിച്ചിരുന്നു. അന്ന് ഇത് ഇല ചെയ്യുക, ഇല ചവച്ചരയ്ക്കുക. പാമ്പ് കടിച്ചവരെ കൊണ്ടുവന്നാൽ അവരെ കൊണ്ട് ഈ ഇല ചവച്ച് ഊറ്റി തുപ്പുന്ന, അല്ലെങ്കിൽ കുടിച്ചിറക്കാൻ അത് വിഷമാണ്. വളരെ നേരിയ തോതിൽ ഇത് ചവയ്ക്കാൻ മാത്രം കൊടുത്ത് തുപ്പെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഈ പാമ്പിന് വിഷത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധം കൂടെയാണ്. കലോട്രോപ്പിസ് ജൈജാൻഷ്യ നമ്മുടെ നാട്ടിൽ കാണാം. അതിന്റെ ഫ്ലവർ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ആണ് അതിന്റെ ഫ്ലവറും അതിന്റെ കായ്കളും. നെക്സ്റ്റ് ഇതിന്റെ ക്രിസ്റ്റൽസ് പോകാം. ഈ ലെഫ്റ്റ് സൈഡില് മുകളിൽ കിടക്കുന്നത് അതിൽ കണ്ട ക്രിസ്റ്റൽസ് ആണ്. അത് പ്രത്യേകിച്ച് തന്നെ കാണാം. അതിന്റെ ആ ഒരു ഷേപ്പ്, വെളുത്ത ഭാഗത്ത് കുറച്ച് വെളുത്ത് കിടക്കുന്ന ആ ഒരു പാർട്ട്, അത് ട്രാൻസ്പാരന്റുമാണ്, മറ്റേ വാട്ടർ സൊല്യൂബിൾ ആണ്. പിന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ചൂല് പോലെ കെട്ടിയിട്ടിരിക്കുന്നത്. അതെല്ലാത്തിലും മിക്കവാറും ഔഷധ സസ്യങ്ങളെല്ലാം കാണുന്നതാണ്. ലീഫ് കാണുന്നതാണ്. അത് ഏതെങ്കിലും ഫോസ്ഫറസോ ഫോസ്ഫറസിന്റെ ക്രിസ്റ്റൽസ് ഒക്കെയാണ്. അങ്ങനെ ഫോസ്ഫറസ്, അയഡിൻ കമ്പൈൻസ്, കോംപ്ലക്സ് കാണാം. ഇത് കുറച്ച് താഴെ ഞാൻ നേരത്തെ പറഞ്ഞ 8ന്റെ ആകൃതിയിൽ നമ്മൾ നേരത്തെ കണ്ടു, അതുപോലുള്ള 8 പോലെ കണ്ടില്ലേ, അതിങ്ങനെ കുറെ പിരിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ 8 പോലെ കിടക്കുകയാണ്. അതിനകത്ത് കുറെ ഫൈബേഴ്സ് ഉണ്ട്. ഫൈബേഴ്സ് എല്ലാം കൂടെ 8ന്റെ രൂപത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. മിക്കവാറും എണ്ണത്തിന് ഹൈഡ്രോകോട്ടയിൽ ഏഷ്യാറ്റിക്കയിൽ ഞാൻ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കുക. അല്ലെങ്കിൽ ആരോമാറ്റിക് ആയിട്ടുള്ള ചില ഫ്ലവേഴ്സ് ആണ് ഇത്തരത്തിലിട്ട് ഞാൻ കണ്ടിട്ടുള്ളതും. അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പച്ച ഹൈഡ്രോകോട്ടയിൽ ഒരു സ്മെല്ലുണ്ട്, നല്ല ഒരു ആരോമാറ്റിക് ആണ്. ഉടങ്ങൽ, ഹൈഡ്രോകോട്ടിക് എന്ന് പറഞ്ഞാൽ ഉടങ്ങൽ. അപ്പൊ അത് ഞാൻ ഇനി വരുന്ന ഇതിൽ കാണിക്കാം. അതില് ഫൈബേഴ്സ് ആയിട്ട് ചില നീണ്ട കുറച്ച് ലൈൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതെല്ലാം പുളികൾ പോലുള്ള ക്രിസ്റ്റൽസ് ആണ്. കലോട്രോപ്സ് നല്ല ഒരു പോയിസണസ് ആയിട്ടുള്ള ഇതാണ്. അടുത്ത് നമുക്ക് കൂടുതലായിട്ടും അതിന്റെ ലീഫൊന്നും ഉള്ളിൽ പോയാൽ മാരകമാണ്. ഇതിന് അടുത്ത് താഴെ കാണുന്നത് പന്നൽ ചെടിയാണ്. നമ്മുടെ ഹോമിയോപ്പതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ഫിലിക്സ് മാസ്. ഇത് തന്നെയാണത്. അപ്പൊ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ചെറിയ സാധനം, അതായത് ഒരു വലിയ സസ്യത്തിന്റെ ഒരു ചെറിയ പാർട്ട്, ഐഡന്റിറ്റിക്കലായിട്ടുള്ള ഒരെണ്ണമാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഈ ഫിലിക്സ് മാസിൽ. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഈ വരച്ചു ചേർത്തിരിക്കുന്ന ചിത്രത്തിന്റെ റൈറ്റ് സൈഡിൽ കാണാം, ആ ക്രിസ്റ്റൽസിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ഫിലിക്സ് മാസിന്റെ രൂപം കിടക്കുന്നുണ്ട്. അതൊരു മൈക്രോസ്കോപ്പിക് പിക്ചറാണ്. അതൊരു 10 മാഗ്നിഫിക്കേഷനിൽ കണ്ട ഒരു ക്രിസ്റ്റലാണത്. പക്ഷെ അത് കണ്ടാല് ശരിക്കും ഒരു വേൺ നിൽക്കുന്നവരാണ് നിൽക്കുന്നത്. ഇത് ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇതിന് ത്രൂ ഔട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ വയലിലെ ഈ ഈർപ്പം കൂടുതലുള്ളതും വാട്ടർ ഉള്ള കണ്ടന്റ് ആയിട്ടുള്ള നല്ല ഹൈഡ്രോഗ്രാഫിക് ആയിട്ടുള്ള പ്ലേസസിൽ നമുക്ക് ഈ ഫേണിനെ കാണാൻ കഴിയും. ഇതിന് പ്രധാനമായിട്ട് ലിംഫാറ്റിക് ഗ്ലാൻസിലെ ആക്ഷൻ ഉണ്ട്. അത് നമ്മുടെ ഹോമിയോപ്പതിയിൽ അങ്ങനെ എടുത്ത് പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഈ ലിംഫാറ്റിക് ഗ്ലാൻസിന് കൂടുതൽ ആക്ഷൻ ഉള്ളതാണ്. സ്പൈജീലിയ ആൻറ്റെൽമെന്തിക്ക എന്നൊരു പേരുണ്ട്. സ്പൈജീലിയ വേംസിന് നമ്മൾ അധികം ആരും കൊടുക്കാറില്ല. പക്ഷെ ആന്റി എൽമെന്തിക്ക എന്ന് പറഞ്ഞാൽ എലിമെന്റ്സിനെ ആന്റി ആയിട്ട് പ്രയോഗിച്ചിരുന്നതാണ്. അതൊക്കെ വളരെ നാളുകൾക്ക് മുമ്പാണ്. ആന്റിങ് ക്രൂഡ്, ഞാൻ ഹോമിയോപ്പതി എടുത്ത് നോക്കുമ്പോൾ ആന്റിങ് ക്രൂഡ് നോക്കി. ഈ ആന്റിങ് ക്രൂഡിന്റെ ഒരു പാരമ്പര്യം നോക്കിയാൽ വളരെയേറെ പഴയതാണ് ആന്റിമണി. ആന്റിമണിയാണ് യഥാർത്ഥത്തിൽ നല്ല സ്ട്രോങ് ആന്റി ക്യാൻസറസ് ആയിട്ട് വളരെ പഴയ രീതിയിൽ ചികിത്സാ പുസ്തകങ്ങളിൽ വായിക്കാനായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത് കൊണ്ട് കണ്ടിട്ടുള്ളത് പറയാണ്. ഇപ്പൊ ഈ ഫോറൻസിക്കിന്റെ ടെക്സ്റ്റ് ബുക്കില് ആന്റിമണിയുടെ എസ്റ്റിമേഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ആന്റിമണി ഒരു പോയിസൺ ആണ്. അപ്പൊ അത് സൂയിസൈഡിനും ഹോമിസൈഡിനും ഉപയോഗിക്കുന്ന സാധനമായിരുന്നു. അപ്പൊ ആന്റിമണി അങ്ങനെ കൊണ്ട്, അത് മാത്രമല്ല ഈ ആന്റിമണി കഴിച്ച ബോഡി ആഴ്സനിക്ക് പോലെയാണ്, ശരീരം ചീഞ്ഞു പോകില്ല അടക്കം ചെയ്താൽ. അപ്പൊ ബോഡി കുറെ നാൾ കഴിഞ്ഞാൽ ഇതിൽ ആന്റിമണി അവശേഷിക്കും. അതൊരു ഫോറൻസിക് എവിഡൻസാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ആന്റിമണിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന പേരുകൾ, ഈ
സ്പൈജീരിയ ആൻഡൽമെന്തിക്ക ഇപ്പൊ സ്പൈജീരിയ ആരും ഇതിന് കൊടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ സ്പൈജീരിയ സ്മാൾ വേംസിന് കൊടുക്കാറുണ്ടെങ്കിലും കാർഡിയക് കംപ്ലൈൻസിലേക്കാണ് അത് എത്തിയിരിക്കുന്നത്. ഈ ഓക്സിയൂറസ് എന്ന് പറയുന്ന സ്പേം വേംസിന്റെ ഞാനൊരു ഡെസർട്ടേഷൻ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ വേംസ് കാർഡിയക് കംപ്ലൈൻസിൽ കൊണ്ട് എത്തിക്കുന്നു. എങ്ങനെയാന്ന് ചോദിച്ചാൽ റെസ്പിറേറ്ററി വഴി ആകാം. ഒരു പക്ഷേ ഈ മൈക്രോ ആയിട്ടുള്ള വേംസ് ലങ്സിലോ മറ്റു ടിഷ്യൂസിലോ ആകുന്നത് പോലെ ഹാർട്ടിൽ ബ്ലഡിൽ വഴി അതിന്റെ വേംസ് അതിന്റെ ഓവ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കും വളരെയേറെ വലുതാണ്. ട്രമൻഡസ് ആണ്. ബ്ലഡിന്റെ വിസ്കോസിറ്റി തന്നെ മാറ്റിക്കളയും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ ഹാർട്ടിനെ സ്ഥിരമായി വരുമ്പോൾ വാൽവുലർ ഡിസീസ് കൊണ്ടെത്തിക്കുകയോ അത്തരത്തിലുള്ള അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള സർക്കുലേഷൻ സ്ഥരം അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുന്ന മ്യൂക്കസ് മെമ്പറൈൻ കാർഡിയക്കിന്റെ എന്താണ് പറയുന്നത് പെരിക്കാർഡിയം അല്ലെങ്കിൽ ലങ്സിന്റെ പ്ലൂറയിൽ വരുന്ന ഇഫക്റ്റ് ഈ വേംസിന് പ്ലൂറൽ എഫീഷൻ വരെ ഉണ്ടാക്കാം ഈ ചെറിയ ഓക്സിജൻസ്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും ആൻഡൽമെന്തിക്ക എന്ന് പറഞ്ഞ ഒരു പേര് അതിന്റെ ആ സ്പീഷീസ് നെയിമില് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇതും ഈ പുസ്തകത്തിന്റെ ഞാൻ രണ്ടാമത്തെ പ്രധാന ഉദ്ദേശം ഇതാണ്. ഇപ്പൊ നെക്സ്റ്റ് കാണിക്കാം. ഈ ഫേണിന്റെ ഞാൻ വളരെ ക്രിട്ടിക്കലായിട്ട് കണ്ട ഒരു ക്രിസ്റ്റലാണ്. നെക്സ്റ്റ് ഇത് വേംസിനെ ടേപ്പ് വേമിനെ എക്സ്പെൻഡ് ചെയ്യാനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്നെല്ലാവരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ഗരുഡക്കൊടി. ഞാൻ ഈ ഗരുഡക്കൊടിയുടെ ഈ ക്രിസ്റ്റൽ, ഈ ട്രയാങ്കുലർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഇതിനേക്കാൾ മറ്റൊരു രൂപത്തില് മറ്റേ പുറന്തോട്ടിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയായിട്ട് ആ മറ്റേ ഒരു ഫുഡ് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ, അതായത് നാജയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ, വിഷത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇത്രയും ഭംഗിയായിട്ടൊരു ക്രിസ്റ്റൽ ഞാൻ ഇതിലാണ് കണ്ടത്. ഇതിന്റെ ഈ കളറ് യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ് കണ്ടത്. ഒരു ഗ്രീനിഷ് ബ്ലൂ ആയിട്ടുള്ള ഒരു കളറ്. പിന്നെ അതോടൊപ്പം തന്നെ ഇത് ധാരാളമായിട്ട് കാണാൻ ചെയ്യാം. ഈ താഴെയുള്ള ഒരു ചെറിയ ഷെയ്ഡായിട്ട് കിടക്കുന്നത് ഞാൻ ഒരെണ്ണം വലുതായിട്ട് കിട്ടി, ബാക്കിയുള്ള കുറച്ചിങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ട്. ഇതിന്റെ ലീഫ് നിങ്ങൾക്ക് അറിയാം. ഗരുഡക്കൊടി നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. മിക്കവാറും വേലിയിലെല്ലാം ഇപ്പൊ പടർന്ന് നിൽക്കുന്നുണ്ടാവും. മിക്കവാറും വീടുകളിലുണ്ടായിരുന്നു. ഒരു കാലത്ത് ഇത് ആയിരുന്നു ഒന്നാമതായി ഔഷധമായിട്ട് ഈ പോയിസൺ, അതായത് പാമ്പ് വിഷത്തിന് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോ ഇതിന്റെ ഫ്ലവർ നമുക്ക് നോക്കിയാൽ ഇതിലിപ്പോ ആ ചിത്രത്തിൽ അത്ര വ്യക്തത ഇല്ല. എന്നാലും താഴെ കുറച്ച് 2 പവർ ആ നടുക്ക് കൊണ്ടിട്ടുണ്ട്. അതിനെ പിക്ചർ ചിത്രീകരിച്ചെങ്കിൽ എനിക്ക് ഫോട്ടോയിൽ അത്ര കിട്ടാൻ പറ്റിയില്ല. ഗരുഡക്കൊടിയുടെ ആ ചിത്രം ഇത് ഒരിടത്ത് നിന്നല്ല, ഈ ഫ്ലവറിന്റെ ലീവ് എടുത്തുകൊണ്ട് വന്ന് മേശപ്പുറത്ത് വെച്ച് ഫോട്ടോ എടുത്ത് ചേർക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അതിന്റെ ആ ഒരു ഫ്ലവർ. എന്നാലും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഈ ഇടത് സൈഡിലോട്ട് ഇങ്ങനെ ഒരു മൊട്ടും അതിന്റെ പൂവായിട്ട് നിൽക്കുന്നുണ്ട്. അത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫ്ലവറാണ് ഈ ഗരുഡക്കൊടിയുടെ. ഗരുഡൻ എന്ന് പറയുന്നത് വിഷത്തിന്റെ ആന്റി അല്ലെങ്കിൽ എതിർ ആണല്ലോ. പാമ്പിനെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പാമ്പിനെ ഭക്ഷണമാക്കുന്ന ഗരുഡനെ സൂചിപ്പിക്കുന്ന ഗരുഡക്കൊടി. ഇപ്പൊ ഇതിന്റെ ആൽക്കലോയിഡ് എന്ന് പറയുന്നത് അരിസ്റ്റോലോക്കിൻ എന്ന് പറയുന്നതാണ്. അരിസ്റ്റോലോക്കിക് ആസിഡും അരിസ്റ്റോലോക്കിൻ എന്ന് പറയുന്ന 2 പദാർത്ഥങ്ങൾ ഇതിനകത്ത്. അല്ലൻറ്റോയിൻ എന്ന് പറയുന്നതും ഇതിന്റെ ഒരു കോമ്പൗണ്ടാണ്. ഇതൊക്കെ ഞാൻ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് റെഫർ ചെയ്ത് വളരെ ടിപ്പിക്കലായിട്ട് ചേർത്തിരിക്കുന്നതാണെങ്കിലും ഇതിന് വളരെ വേറെ വിലയുണ്ട്. നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് ഈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. കാര്യം ഈ ക്രിസ്റ്റലുകളിൽ പലതും ഇതായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് എനിക്കറിയാം. എനിക്കെന്നല്ല, മറ്റാർക്കും തന്നെ ഈ ക്രിസ്റ്റൽസിനെ ഒന്ന് സ്റ്റഡി ചെയ്തെടുത്ത് ഒന്ന് വെരിഫൈ ചെയ്തോ ടൈട്രേറ്റ് ചെയ്തോ നമുക്ക് വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എളുപ്പമായിരിക്കും. അവരൊക്കെ വേറെ പല മാർഗങ്ങളിലൂടെയാണ് ഇത് ടൈട്രേറ്റ് ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്തും ഒക്കെ ഇതിന്റെ പ്രോഡക്ട്സ് ഒക്കെ സാധാരണ ഇപ്പോൾ പല മരുന്നുകളും ഔഷധങ്ങളും ആയുർവേദക്കാർ ഇതിനകത്ത് ഒരുപാട് ഔഷധങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ റവോൾഫിയ സർപ്പന്റീൻ തന്നെ അലോപ്പതിയിൽ കണ്ടമാനം വർഷങ്ങൾക്ക് മുമ്പേ ഈ അലോപ്പതി പ്രഷറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. നമ്മൾ തന്നെ യഥാർത്ഥത്തില് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ സ്പിരിറ്റില് ഉള്ള ഈസി മെത്തേഡ് നമ്മളെ വളരെയേറെ ഹെൽപ്ഫുൾ ആയിട്ട് സിസ്റ്റത്തെ കൊണ്ടുപോകുന്നുണ്ട്. വ്രണങ്ങൾക്ക് വരെയും വലിയ വ്രണങ്ങൾക്കെല്ലാം ഈ ഗരുഡക്കൊടി ഉപയോഗിച്ച് വരുന്നുണ്ട്. പാമ്പിന്റെ വിഷത്തിനാണ് ഇത് സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നത്. നെക്സ്റ്റ് ഇത് അരച്ച് നമുക്ക് കൂട്ടിയാണ് ഈ പാമ്പിനെ വിഷം ഇറക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കല്ല് ഉപയോഗിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മൾ ഈ വിഷം ഈ മരുന്ന് തന്നെ ഉരുട്ടി കടി വായില് ഇങ്ങനെ വെച്ച് അതിൽ നിന്ന് വിഷത്തെ വലിച്ചെടുക്കുന്ന അതിന് ഒരു ഔഷധക്കൂട്ടിൽ ഒന്ന് ഈ ഗരുഡക്കൊടിയാണ്. നെക്സ്റ്റ് നല്ല ഒരു ബ്ലഡ് പ്യൂരിഫയർ ആണ്. അതായത് ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന അതിന്റെ ഇംഗ്ലീഷ് പേരെന്നാ? താഴോട്ട് കാണിക്കുന്നത് ഡോക്ടറെ, താഴോട്ട് കാണിക്കുന്നത്. ഇംഗ്ലീഷ് പേരെന്ന് പറയാ, കാണാൻ പറ്റില്ല ചെറുതായതുകൊണ്ട്.
അരിസ്റ്റോലോക്കിയ എന്ന് പറയുന്ന ഫാമിലിയിലാണ് അത് വരുന്നത്. അതുകൊണ്ട് അരിസ്റ്റോലോക്കിയ ഇൻഡിക്ക എന്നാണ് അതിന്റെ പേര്. അരിസ്റ്റോലോക്കിയ ഇൻഡിക്ക. ഞാൻ അതിന്റെ ലീഫും സ്റ്റെമ്മും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അരിസ്റ്റോലോക്കിയ ഇൻഡിക്ക. ഇതിലുള്ള പ്രധാന ഘടകം അരിസ്റ്റോലോക്സിൻ എന്ന് പറയുന്നതാണ്. അത് ആൽക്കലോയിഡ് ആണ്. അരിസ്റ്റോലോക്കിക് ആസിഡും സബ്സ്റ്റൻസ് അല്ലൻറ്റോയിൻ എന്ന് പറയുന്ന വേറൊന്നുമുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ തന്നെ ക്രിസ്റ്റലാണ്. നെക്സ്റ്റ് കുറച്ചുകൂടെ താഴെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ ട്രയാങ്കുലർ ആയിട്ടുള്ള ട്രയാങ്കുലർ അല്ല, ആ ക്രിസ്റ്റൽ നമുക്ക് കാണാം. കുറച്ച് കൂടുതൽ കിടപ്പുണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ. അത് ഞാൻ ഒന്ന് എൻലാർജ് ചെയ്തതാണ്. ആ ഫ്രണ്ടിന്റെ ഉള്ള ആ വലിയ ക്രിസ്റ്റലിനെ ഒഴിവാക്കിയിട്ടുണ്ട്, ചെറുതിനെല്ലാം കൂടി ഫോട്ടോയിൽ വെച്ച് എൻലാർജ് ചെയ്താണ് ഇത് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാം. അതുപോലെ റൈറ്റ് സൈഡില് ചൂരുകൂടെ കിടക്കുന്നില്ലേ, അത് ഒരു നടുക്കുള്ള കെട്ട് കണ്ടോ, അത് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഈ ക്രോമസോംസിന്റെ യോജിപ്പിക്കുന്ന രീതിയിലാണ്, വളരെ മൈക്രോസ്കോപ്പിക്കലാണ്. പക്ഷെ ആ നടുക്കുള്ള ആ കെട്ട് കൃത്യമായിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ ചെറിയ പെരലുകൾ പോലെ കിടക്കുകയാണ്. ഇത് വാട്ടർ സൊല്യൂബിൾ ആണ്. നെക്സ്റ്റ് താഴെ തന്നെ കിടക്കുന്ന ഒരു റോഡ് പോലെ കിടക്കുന്നതും വാട്ടർ സൊല്യൂബിൾ ആണ്. ലെഫ്റ്റ് സൈഡിൽ അതിന്റെ ഒരു ചെറിയ പോർഷൻ കിടപ്പുണ്ട്, റൗണ്ട് അല്ലെ, നടുക്കായിട്ട് കിടപ്പുണ്ട്. അതിന്റെ ആ കെട്ടിന്റെ ഭാഗത്തിൽ നിന്ന് മുറിഞ്ഞു പോയിരിക്കുകയാണ് എന്നതായിട്ടാണ് കാണുന്നത്. അത് രണ്ടാണ് അത്. നെക്സ്റ്റ് അടുത്ത കാണിക്കൂ ഡോക്ടറെ. ഇതും അതിന്റെ തന്നെ ഈ ഗരുഡക്കൊടിയുടെ ചിത്രങ്ങളാണ് ഇത്. ഞാൻ പിന്നീട് സ്റ്റഡി ചെയ്തതാണ്. ഇത് കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ സൊല്യൂഷൻ, ഇപ്പോൾ 2-3 വർഷമല്ല. ഞാൻ ഈ റീസ്റ്റഡി ചെയ്തത് 2010 കണ്ടത് ആദ്യത്തെ ക്രിസ്റ്റൽസ് 2012-14 ഒന്നുകൂടെ വാച്ച് ചെയ്തു. അതിലൊക്കെ ചെന്ന ക്രിസ്റ്റൽസ് ഉണ്ട്. ഇത് 2016 കഴിഞ്ഞ് ആ ഫ്ലഡ് ഒക്കെ കഴിഞ്ഞിട്ട് 18 ഞാൻ ഇവിടെ ഈ ആയുഷ് കോൺക്ലേവിൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു യഥാർത്ഥത്തിൽ മണ്ടത്തരമാണ്, അത്രയും കാണിക്കണ്ടായിരുന്നു. കുറെ പിക്ചറുകളും കുറെ പ്ലാൻസിന്റെ എല്ലാം കൂടി ചേർത്ത് എന്റെ ഈ പുസ്തകത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തന്നെ വലിയൊരു PPT ആക്കി ഇവിടെ അവർക്ക് അയച്ചു കൊടുത്തു. അവരങ്ങനെയെങ്കിൽ എനിക്ക് ഇതിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം തരട്ടെ എന്ന് പറഞ്ഞു. വളരെ ആവേശകരമായിട്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അത് യഥാർത്ഥത്തില് അത് വേണ്ടായിരുന്നു. അങ്ങനെ ഈ ക്രിസ്റ്റൽസ് എല്ലാം പോയി. പക്ഷെ അവരതിന് പുറത്തു വിട്ടില്ല. അത് അന്ന് നിരസിച്ചു. അവര് എനിക്ക് പോസ്റ്റർ പ്രസന്റേഷന് വേണ്ടി പിന്നീട് ഒരു അവസരം തന്നപ്പോൾ കുറച്ച് മതിയെന്നും പറഞ്ഞു. അത് ഇതൊന്നും വേണ്ടി വന്നില്ല. ഞാൻ അന്ന് ചെയ്തത് പ്ലാൻസിൽ കണ്ട കുറച്ച് ചേഞ്ചസിനെ മാത്രമായിരുന്നു. അപ്പൊ അത് മാത്രം അവരെ എടുത്തിട്ട് ഇത് ഒഴിവാക്കി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ തന്നെ ഈ നടുക്ക് മുകളിൽ നിന്ന് രണ്ടാമത് കിടക്കുന്നുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കെട്ടുപിണഞ്ഞ് കിടന്നതിന്റെ കുറച്ചുകൂടെ എലാബറേറ്റഡ് രൂപമാണത്. അത് നേരിട്ട് തന്നെ കണ്ടതാണ്. ഞാൻ എല്ലാവരും ചെയ്തതല്ല. പിന്നെ നടുക്കുള്ള ഒരു പൈസ പോലെ കിടക്കുന്നതും നല്ല ഒരു കളർ ഉള്ളതാണ്, ഒരു മെറ്റാലിക് ലുക്ക് കാണും. ഇതിന് മുകളിൽ നിന്ന് താഴോട്ട് രണ്ടാമത് റൈറ്റ് സൈഡിൽ കിടക്കുന്നതും അതുപോലെയുള്ളതാണ്. നല്ല ക്രിസ്റ്റൽസ് ചേർന്ന് കിടക്കുകയാണ്, കുറെ വലുത്. ഇത് പഴയതാണ്. അതായത് സൊല്യൂഷൻ കുറച്ചു നാൾ ഇരുന്നതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ ഈ ക്രിസ്റ്റൽസിന് ചെറിയ വളർച്ച വന്നിട്ടുള്ള മാറ്റം ആണ് ഈ കാണുന്നത്. താഴെ ലെഫ്റ്റിലും അതേപോലെ തന്നെ ഉണ്ട്. ചെറിയ ചെറിയ ക്രിസ്റ്റൽസും റൈറ്റ് സൈഡ് താഴെയുണ്ട്. നെക്സ്റ്റ് ഡോക്ടറെ അടുത്തത് കാണിക്കാം. ഇവിടെ നമുക്കെല്ലാം സുപരിചിതമാണ്. സദ്യക്ക് ഇഞ്ചി ഇല്ലെങ്കിൽ സദ്യ ഇല്ല എന്ന് ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. സദ്യ മീൽ വിൽ നോട്ട് ബി കംപ്ലീറ്റ് വിത്തൗട്ട് ഇഞ്ചി. ലൈക്ക്വൈസ് മെഡിസിനൽ പ്രിപ്പറേഷൻസ് വിൽ നോട്ട് ബി കംപ്ലീറ്റ് വിത്തൗട്ട് ചുക്ക്. ആഹാരത്തില് നമ്മുടെ സദ്യയിൽ ഇഞ്ചി ഇല്ലെങ്കിൽ അത് സദ്യ പൂർണ്ണമാവില്ല. അതേപോലെ തന്നെ ഔഷധങ്ങൾ കൂട്ടുകളിൽ ചുക്കില്ലാതെ ഔഷധം കംപ്ലീറ്റ് ആവില്ല. അതാണ് ഇഞ്ചിയെ പറ്റി പറയാനുള്ളത്. ഇഞ്ചിയുടെ പേര് നമുക്കറിയാം, സിഞ്ചിബർ ഒഫീഷ്യലാലിസ് ആണ് സയന്റിഫിക് നെയിം. റൈസോംസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഉള്ളിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, അതിന്റെ റൂട്ട് അല്ല, ട്യൂബർ അല്ല, ബൾബ് എന്നാണ് അതിനെ പറയുന്നത്. അതേപോലെ എഡിബിൾ ആയിട്ടുള്ള പാർട്ട് ഇതിൽ റൈസോമാണ്. നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചേമ്പിന്റെ ആണെങ്കിൽ ട്യൂബറാണ്. അപ്പൊ അതേപോലെ ഈ ഇഞ്ചിയുടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇഞ്ചി ഒരു മഹാ ഔഷധങ്ങളിൽപ്പെട്ട ഒന്നാണ്. കുറച്ച് മാത്രമേ മഹാ ഔഷധങ്ങളെന്നും പറയാറുള്ളൂ. മഹാ ഔഷധിയിൽ ഒന്നാണ് ഇഞ്ചി. ഇഞ്ചി നമുക്ക് ദഹനം ഉണ്ടാക്കുന്നു, പിന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് പൊതുവെ ഉള്ള നല്ല എൻചാന്റിങ് അതുപോലുള്ളത് കുറച്ച് ഈ അഫ്രോഡിസിയാക്ക്, അതായത് പുരുഷന്റെ ഉത്തേജനം എന്ന് സ്ത്രീകൾക്കും എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലും ഈ ഇഞ്ചി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇഞ്ചി അല്പം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. സദ്യയിൽ ഇങ്ങനെ പറയുന്നെങ്കിലും സദ്യ ഇങ്ങനെ പറഞ്ഞതിന് കാര്യം, സദ്യയിൽ ഏറ്റവും കൂടുതൽ വിളമ്പി സദ്യയിൽ അങ്ങ് ഇഞ്ചി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളിന് വളരെ പ്രയാസമായിരിക്കും. അപ്പൊ അതുപോലെ ഇഞ്ചി കഴിച്ചതുപോലെ എന്നൊരു പ്രയോഗം തന്നെയാണ്. അപ്പൊ ഇഞ്ചി വളരെ
അപൂർവമായിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇഞ്ചിയുടെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ടിഞ്ചറുകളിൽ ഇഞ്ചി നമ്മൾ 3-4 തുള്ളി മാത്രം ദിവസം കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുള്ളതാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞ നമ്മുടെ ഇഞ്ചിയുടെ നീര് ദേഹത്തിലുള്ള നീർക്കോളുകൾ വലിഞ്ഞു പോകുന്നതിന്, അതുപോലെ തന്നെ കാൽപാദത്തിൽ ഉണ്ടാകുന്നതിന്, കിഡ്നി രോഗങ്ങൾക്ക്, ലിവർ ഡിസീസസിന്, ഗ്യാസ്ട്രിക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനുള്ള രോഗങ്ങൾക്ക് പ്രധാനമായിട്ടും ഇഞ്ചിയുടെ നീര് പ്രധാനമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ നല്ല ഹോട്ടായിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ബോഡിയെ പെട്ടെന്ന് തന്നെ നല്ല റീജുവനേറ്റ് ചെയ്ത് എൻചാൻറ്റിങ് ആയിട്ട് മാറ്റും. അതാണ് ഇഞ്ചിയുടെ പ്രത്യേകത. ഇഞ്ചി നമ്മുടെ കേരളത്തിൽ വളരെ സർവ്വസാധാരണമാണ്, നമ്മൾ എന്നും ഉപയോഗിക്കുന്നതാണ്. പക്ഷെ പല നാടുകളിലും ഇഞ്ചി ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഇഞ്ചി നല്ല ഒരു കയറ്റുമതി ഉള്ള ഒരു വെജിറ്റബിളുമാണ്. അടുത്തത് ഇതിന്റെ ക്രിസ്റ്റൽസ് ഒന്ന് കാണാം. ആ മുകളിൽ കിടക്കുന്നതെല്ലാം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റഡി ചെയ്താണ്. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെയും വായിച്ചതിന് ശേഷമാണ് കണ്ടത്. ഈ താഴെയുള്ള റൈറ്റ് സൈഡിൽ കിടക്കുന്നത് മാത്രം വളരെ നാളുകൾക്ക് മുമ്പേ ഉള്ളതാണ്. അത് മുഴുവൻ ഞാൻ വരച്ച് ചേർത്തുണ്ട്. പക്ഷെ എല്ലാം തന്നെ പിന്നെയും കിടപ്പുണ്ട്. ആ റൗണ്ട് നീളം എല്ലാം ഫോട്ടോ ഇതിലും കംപ്ലീറ്റ് നോക്കി കാണാൻ കഴിയും. ഈ താഴെയുള്ള ആ ഒരു നീളം ക്രിസ്റ്റൽ തന്നെ നല്ലൊരു സൂചി പോലെ കിടക്കുന്ന നല്ല ഗ്ലാസി ആയിട്ടുള്ള ഒരു ടാപ്പറിങ് സാധനമാണ്. പോയിന്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ടാപ്പറിംഗ് പോയിന്റഡ്. അത് നല്ലൊരു ഗ്ലാസി ആയിട്ടുള്ള സാധനം. നുള്ളി ഇങ്ങനെ എടുക്കാം. അപ്പൊ നമ്മള് ഈ ഇഞ്ചി കുറെ നേരം അരച്ച് വെച്ചിരുന്ന അടിയിൽ വെളുത്തൊരു ഭാഗം വരും. അതിൽ നിന്നാണ് പണ്ട് ഇഞ്ചി മിഠായിയുടെ ഒരു വെളുത്ത സാധനം, ഇഞ്ചി മിഠായിക്ക് പകരം ഒരു വെളുത്ത മിഠായി ഉണ്ടാക്കാറുണ്ടായിരുന്നു. അത് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം. അത് സ്റ്റാർച്ചും കൂടെ ചേർന്ന ഇഞ്ചിയുടെ ഒരു ഔഷധ ഭാഗമാണ്. ഈ വലിയ ക്രിസ്റ്റൽ ഒരെണ്ണം കിടപ്പുണ്ട്. അത് ഒരു ഷുഗറിന്റെ ക്രിസ്റ്റൽ പോലെയാണ് കാണുന്നത്. അത് ഈ പൗഡറിന്റെ ക്രിസ്റ്റൽ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ അല്ലാതെ പരല് പോലെ റൈറ്റ് സൈഡിൽ നല്ല ഗ്ലാസി ആയിട്ടുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ളത് ഞാൻ വരച്ച ക്രോസ് ആയിട്ടുള്ള വരയിൽ കിടപ്പുണ്ട്. ചെറിയ പൊട്ട് പോലുള്ള കുറച്ച് കാണുന്നുണ്ട്. ആ ബ്ലാക്ക് ഒരെണ്ണം താഴെയുള്ളത് ആ ബ്ലാക്ക് തന്നെയാണ്. അതൊരു ബ്ലാക്ക് സാധനമാണ്. അത് മരച്ചീനിയുടെ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ബ്ലാക്കിന്റെ ഇതേപോലെ ഷൂ പോലെ കിടപ്പുണ്ട്, ചെരിപ്പ് പോലെ. എന്ന് പറഞ്ഞാൽ അത് ഒക്കെ വിഷത്തിന്റെ സൈനൈഡിന്റെ പോലുള്ള പദാർത്ഥങ്ങളോ ഒരുപക്ഷെ അത് വല്ലതും ഒക്കെ ആയിരിക്കാം. ഈ സൈനൈഡ് ഉള്ളതാണല്ലോ മരച്ചീനിയുടെ ലീഫ്. ഞാൻ ലീഫാണ് സ്റ്റഡി ചെയ്തത്. പിന്നെ മരച്ചീനിയുടെ തണ്ടിലും. മരച്ചീനി എന്ന് പറയുമ്പോൾ സ്റ്റാർച്ച് കൂടുതലുള്ളതാണ്. അതിന്റെ തൊലി ഉണ്ടല്ലോ, ചുവന്ന തൊലിയുടെ ആ തൊലിയിലും ആ തൊലിയോട് ചേർന്നിരിക്കുന്ന പുറത്തുള്ള തൊലിയല്ല, അകത്തുള്ള കട്ടിയുടെ തൊലിയാണ് കൂടുതലായിട്ടും മിനറൽസും ഉള്ളത്. അത് വിഷാംശം അല്ല യഥാർത്ഥത്തിൽ. അതാണ് നല്ല ഘടകം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഈ സ്റ്റാർച്ചിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നതിനും വാട്ടർ കണ്ടന്റ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നതിനും മറ്റ് വിഷാംശങ്ങളൊന്നും ഇതിന് സ്റ്റാർച്ചിലോട്ട് പോകാതിരിക്കുന്നതിന്. അതുകൊണ്ടാണ് മരച്ചീനി എന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം വിഷാംശം എത്ര വളമിട്ടാലും നമ്മൾ എത്ര കീടനാശിനികളൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. അധികം അഴുക്ക ചുറ്റുപാടിൽ നിന്നാലും ആ കപ്പ വളരെ നല്ല ശുദ്ധമായ ഒന്നാണ്. മറ്റൊരു റൂട്ടും ഇന്ന് നമുക്ക് ഭക്ഷണത്തിന് കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് സ്റ്റാർച്ചിന് വേണ്ടി ആശ്രയിക്കുന്നത് കേരളത്തിൽ ഈ കപ്പയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ കറുത്ത ക്രിസ്റ്റൽസ് പിന്നീട് ഞാൻ വരുന്ന വഴിക്ക് കാണിക്കാം. അപ്പൊ ഇത് ഇഞ്ചി, ഇത് നമുക്ക് കാണാം. അടുത്തത് നെക്സ്റ്റ്. ഇത് എല്ലാവർക്കും സുപരിചിതമാകാൻ സാധ്യതയില്ല, എന്നാലും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. കടലാടി എന്നാണ്, അക്കിരാന്തസ് എന്നാണ് ഇതിന്റെ മലയാള പേര്. പിക്കിളി ചാഫ് ഫ്ലവർ എന്നും ഇതിനെ പറയും. നമ്മുടെ നാട്ടിൽ ഇതിനെ അക്കിരാന്തസ് എന്നാണ് പറയുന്നത്. അതായത് കടലാടി. കടലാടി എന്ന് പറഞ്ഞാൽ അറിയാം, ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ ഈ വഴിയോരങ്ങളിൽ നടന്നു പോകുമ്പോൾ ഇതുപോലെ മുള്ളുപോലെ ഇങ്ങനെ നിൽക്കുന്ന തണ്ടുള്ള ഈ ഇല ആരായാലും ശ്രദ്ധിച്ചു പോകും. ഞാനിതിനെ പലതവണ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഈ ക്രിസ്റ്റല് ഇപ്പൊ അടുത്ത കാലത്ത് ഞാനിവിടെ കിഴക്കുട്ടത്തവരടുത്ത് കോവിഡിന്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ 10 ദിവസം അവിടെ തന്നെ റെസ്റ്റ് ചെയ്യണം. അപ്പം അവിടെ ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് നടന്ന് ആ മുളയിലൊക്കെ പേഷ്യൻസ് ഒക്കെ മുകളിലാണ്. ഞങ്ങൾക്ക് ഇതായിരുന്നു ജോലി. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം നടന്ന് കാണാൻ പറ്റും. അപ്പൊ അവിടെ ഈ ഔഷധ സസ്യങ്ങളൊക്കെ കണ്ടുപോകാനുണ്ടായിരുന്നു. എനിക്ക് കുന്നിക്കുരു അതുപോലുള്ളതൊക്കെ കിട്ടി. അത്തരത്തില് വളരെ വലിയ കടലാടി എനിക്ക് കിട്ടാൻ സാധിച്ചു. അപ്പൊ അതെന്നെ വേറൊരു സ്റ്റഡിക്ക് നല്ലൊരു തെളിവ് തന്നെ വന്നു. അതായത് ഇടുക്കിയിലും കണ്ടു, ഇവിടെയും കണ്ടു. അപ്പൊ അത് പിന്നീട് ഒരു ദിവസം ഞാൻ പറയാം എന്താണ് കണ്ടതെന്ന്. അത് ലീഫിൽ കണ്ട ഒരു കാര്യമാണ്. അത് ഈ അക്രാന്തസിൽ അത് നല്ല പ്രകടമായി കാണാൻ കഴിഞ്ഞ ഒന്നാണ്. അപ്പൊ അതെല്ലാം ഔഷധ ഗുണങ്ങളെ പറ്റി പറയുന്നതാണ്. ഈ കടലാടിയെ കുറിച്ച് ഇതിന്റെ റൂട്ട് ഹോൾ പ്ലാന്റ് എല്ലാം, അതായത് പ്ലാന്റിന്റെ മൊത്തമായിട്ട് സമൂലം എന്നാണ് ഞാൻ പറയുന്നത്, ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ധാരാളമായിട്ട് പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് പൊട്ടാഷ്യം. ഇതിന്റെ ക്രിസ്റ്റൽസിൽ നിങ്ങൾക്ക് കാണാം ഈ മുകളിലുള്ള കിടക്കുന്ന പേര്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തമാശ പറയാൻ പോവുകയാണ്. അതായത് കടലിനകത്ത് നമ്മൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു ഭൂതത്തിനെ അടക്കം ചെയ്ത ഒരു ചെറിയ കിണ്ടി, അത് എന്താ പറയുന്നത്, കിണ്ടി പോലുള്ള ഒരു സാധനം, അതിനെ വെട്ടിയിലടച്ച് കടലിലേക്ക് എറിഞ്ഞു.
എന്നിട്ട് അത് കടലാടി വരുന്ന ആ ഒരു സാധനം അതുപോലെയാണ് കിടക്കുന്നത്. ഈ കാണുന്നത് ഒരു പാത്രം പോലെ കാണുന്നില്ലേ, നമുക്ക് അതിന്റെ പിടിയേ ഇല്ലാതുള്ളത്. ആ പാത്രം പോലുള്ള ക്രിസ്റ്റൽ ഇതിനകത്ത് പുറകോട്ട് കാണാൻ കഴിയും, കടലാടിയിൽ കാണാൻ കഴിയുന്ന. അപ്പൊ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു ക്രിസ്റ്റൽ ഇതാണ്. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതിന്റെ ആ ബോർഡറിൽ എന്തോ അക്ഷരം എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതിനകത്ത് ബി സി എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പോലെയും എന്തോ ഒരു ലെറ്റർ പോലെയാണ് ആ ക്രിസ്റ്റൽ എനിക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് ആ ലെറ്റർ എനിക്ക് ഒരു 69 എന്ന് കാണുന്നത് പോലെയും തോന്നും. അല്ലെങ്കിൽ 568 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്ന പോലെയും തോന്നും. എന്താണെന്ന് വ്യക്തമല്ല, പക്ഷെ അത് അങ്ങനെ തോന്നും. ആ അരികെ കണ്ടാൽ അതൊരു എന്തോ ഒരു ഫലകം അവിടെ നിന്ന് ഇറങ്ങി വിട്ട പോലെയാണ് നിൽക്കുന്നത്. ഇതിന്റെ പേര് കടലാടി. ഇതിലും കണ്ടോ കെട്ടിയിട്ടതുപോലുള്ള ക്രിസ്റ്റൽസ്, തിരി പോലുള്ളത്. ആ നടുക്ക് അവ്യക്തമായിട്ട് ഒരെണ്ണം കാണാം. ഈ താഴത്തെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന കൂട്ടമായിട്ട് കിടക്കുന്ന ക്രിസ്റ്റൽസിന്റെ ചിത്രത്തിന് നടുക്കൊരെണ്ണം ഇങ്ങനെ ഒരു അത് ആസിഡിന്റെ ആകാൻ സാധ്യത. അപ്പൊ ഇതിലും ചെറിയ അളവിൽ ആസിഡ് ഉണ്ട്. ഇതൊരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു നല്ല ഔഷധമാണ് ഈ കടലാടി. പല രോഗങ്ങൾക്കും ഔഷധങ്ങൾക്കും ഉപയോഗിച്ച് വരുന്ന ഒരു സസ്യമാണ്, ഔഷധമാണ് കടലാടി. അതിന്റെ മുള്ള് നമ്മളിങ്ങനെ മുകളിലോട്ട് പിടിച്ചാൽ ആ മുള്ള് നമ്മുടെ കയ്യിൽ കൊള്ളും. അതിന് തണ്ടില് തന്നെ അരം ഉണ്ട്, മുള്ള് പോലെ. ലീഫ് വളരെ ദൂരത്തിലായിട്ടാണെങ്കിലും എതിർ സൈഡിലാണ്. ഒരു ചെറിയ ലീഫും പിന്നെ ഒരു വലിയ ലീഫും കാണും, റിപ്പീറ്റഡ് ആയിട്ട് തന്നെ കാണും. മിക്കവാറും ഈ ലീഫ് പിഴിഞ്ഞ് നമുക്ക് എടുത്താൽ വിഷമൊന്നുമല്ല. ഈ ലീഫ് ചവച്ചരച്ച് ഉള്ളിൽ നീര് കഴിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് പോയിസണസ് അല്ല. ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇഷ്ടമുള്ളവർക്ക് നമുക്കൊരു ഇല ചവച്ച് കഴിക്കുന്നതില്ല, പേരയുടെ ഇല ചവച്ച് അത് കഴിക്കാറുണ്ടല്ലോ, അതുപോലെ ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്നാലും പേരയിലയും ഒരില വെച്ച് കഴിക്കുന്ന ചില ഒരു ചികിത്സ ഉണ്ട്. ഇപ്പോ പേരയുടെ ഒരില, സോറി ഈ നമ്മുടെ വേപ്പിന്റെ ഒരില, തുളസിയുടെ ഒരില, പിന്നെ ഈ കടലാടിയുടെ ഒരിലയും അത് ചേർക്കാം. ഇങ്ങനെ ചവച്ച് ഒന്നിങ്ങനെ ചുരുട്ടി വൈകുന്നേരങ്ങളിലായിട്ട് വെക്കുന്ന മാവിന്റെ ഒരു ചെറിയ തളിര് ഒക്കെ ചേർത്ത് ചുരുട്ടി അതിങ്ങനെ തുമ്പയിടത് വെച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ചുമ്മാ ചവച്ച് നീരിറങ്ങണം. അത് ഔഷധം പ്രതിരോധം വർദ്ധിപ്പിക്കും. കാരണം ഇതെല്ലാം അത്രമാത്രം ഇറിറ്റന്റ് ആണ്, അത്രമാത്രം വളരെയേറെ ഔഷധ സ്രോതസ്സുകളാണ്. അപ്പൊ ഇതിലെ ആന്റി ഓക്സിഡൻസും ആൽക്കലീസും നമുക്ക് ശരീരത്തിന് നിരക്കാൻ പറ്റുന്നതല്ല. അവയെ നിരാകരിക്കുന്നതിന് വേണ്ടിയും വർജിക്കുന്നതിന് വേണ്ടിയും ശരീരം പ്രതിരോധ പ്രവർത്തനങ്ങൾ കൈക്കൊള്ളും. അങ്ങനെ നമ്മുടെ ബോഡി എപ്പോഴും ഇമ്മ്യൂൺ ആയിരിക്കും. അതാണല്ലോ ഇമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനം. അതുകൊണ്ടായിരിക്കാം ഈ കടലാടി ഔഷധ പ്രയോഗങ്ങളിൽ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നവർ തന്നെ ഞാൻ ഈ പറഞ്ഞ ഇതും ചെയ്യാറുണ്ട്, ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിനും ചെയ്തിട്ടുണ്ട്. അടുത്തത് നെക്സ്റ്റ് കാണിക്കൂ ഡോക്ടറെ. ഈ കടലാടി വരുന്ന ആ ഭൂതത്തിനെ തടച്ചു വെച്ചിരിക്കുന്ന ആ പാത്രം, അത് ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. ജെട്രോപ്പ പുർക്കസ് എന്നാണ് ജെട്രോപ്പ. ഇത് നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വേലിപ്പത്തൽ. വേലികളിലെല്ലാം പണ്ട് ഇങ്ങനെ ഊന്നി വെറുതെ നിന്നാൽ ധാരാളമായിട്ട് പോകും. ഇതിനകത്ത് എല്ലാ ഔഷധ സസ്യങ്ങളില് സാധാരണയായിട്ട് കണ്ടുവരുന്ന പോലെ തന്നെയുള്ള കറ ഇതിലുണ്ട്. നമ്മുടെ കടലാവണക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. കാട്ടാവണക്ക്, കടലാവണക്ക്, വേലിപ്പത്തൽ, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടും. കടലാവണക്കിന് അതിന്റെ വിഷം, ഇതിന്റെ കറ തന്നെ വിഷമാണ്. കണ്ണിൽ വീണാൽ കണ്ണ് പൊടിഞ്ഞു പോകും എന്നൊക്കെ നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ പഠിപ്പിച്ചു. എന്നാലും നമ്മൾ ഇത് ഒരിക്കലും വിട്ടുമാറാത്ത ഒരു സംഭവമാണ്. ഇതിന്റെ മൂട്ടിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ കുട്ടികളെല്ലാം അതിന്റെ മൂട്ടിൽ തന്നെ ആയിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഈ തണ്ട് മുറിച്ച് അതിൽ നിന്ന് കറ ഇങ്ങനെ വളച്ചു വെച്ചിട്ട് മെല്ലെ ഊതിയാൽ വലിയ കുമിളകളായിട്ട് ഇങ്ങനെ ആകാശത്ത് പറന്നു കിടക്കും. അതിനുവേണ്ടിയാണ് ഈ കുട്ടികൾ ഈ കടലാവണക്കിന്റെ തണ്ട് ഉപയോഗിക്കുമായിരുന്നത്. ഇതിന്റെ കായുണ്ട്, താഴോട്ട് ഇങ്ങനെ തൂങ്ങി ഉരുണ്ട ഒരു തരം കായാണ്. അകത്ത് തന്നെ ബെറി 2-3 സാധനങ്ങൾ അതിനെന്താ പറയുന്നത്, വിത്തുണ്ടായിരിക്കും. അത് നല്ല പൾപ്പാണ്. അത് നല്ല കപ്പലണ്ടി പോലെ ചവച്ച് തിന്നും. കുട്ടികൾ ഇത് സാധാരണ പൊട്ടിച്ച് കഴിച്ചു പോകും. ഇത് കഴിച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ട് വയറിളകുകയും പെട്ടെന്ന് തന്നെ അൺകോൺഷ്യസ് ആവുകയും വളരെ നല്ല ഒരു വിഷമാണ്. കുക്സിൻ എന്ന് പറയുന്ന ഒരു പോയ്സൺ ആണ് ഇതിനകത്ത് ഈ സീഡിലുള്ളത്. ഇത് അങ്ങനെ ഒരു വളരെ കൂടുതൽ അപകടം ഉണ്ടാക്കിയിട്ടുമുള്ള കുട്ടികൾക്ക് അപകടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സസ്യമാണ് കടലാവണം. ഇനി ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഇത് ഔഷധ ഗുണം എന്ന് പറയുന്നത് അതിനെ പോലെ തന്നെ വളരെ കൂടുതലാണ്. ആ താഴെ ഒന്നുകൂടെ കാണിക്കുമോ, ഒന്നുകൂടെ ആ പിക്ചർ കാണിക്കുമോ? ഇതിന്റെ റൈറ്റ് സൈഡിൽ കണ്ടോ ഒരു സ്റ്റിയറിംഗ് വീൽ പോലെ കിടക്കുന്നത്? ആർക്കും അതിശയം തോന്നി ഇത്രത്തോളം ഘടനാവിശേഷമുള്ള ഒരു പരൽ അല്ലെങ്കിൽ ഒരു സാൾട്ട് പോലെയാണ് അത് തോന്നുന്നത്, ഉണ്ടോ എന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ തന്നെ എനിക്ക് കിട്ടിയ ഒരു ക്രിസ്റ്റലാണ്. ഇത് പിന്നെയും വേണമെങ്കിൽ നമുക്ക് നോക്കിയാൽ കിട്ടുന്നതാണ്. സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത ഇത് കടലാവണക്കിൽ മാത്രം കണ്ട ഒരു സവിശേഷ ക്രിസ്റ്റലാണ്. അതിന്റെ കളറ് ഒരു നീല കളറിലാണ് അത് കണ്ടത്. കുറച്ച് നീല പോലെ തോന്നും, കണ്ടാൽ ഒരു നീല കളറിൽ അത് കാണാം. പക്ഷെ ഇത്രയും ഉണ്ട്. അതിന്റെ ആ സൈഡ് കണ്ടോ, വളരെ വ്യക്തമായിട്ട് കിട്ടിയ ഒരു വലിയ ക്രിസ്റ്റലാണ്.
ഇത് അധികം എൻലാർജ് ചെയ്തതല്ല. എന്നാലും ഞാനൊരു 40-നെക്കാളും കൂടുതലായിട്ട് ഒരു 80, 100 ഒക്കെ 100-ൽ വന്നിട്ടില്ല. 80 വെച്ച് ഞാൻ നമ്മുടെ സാധാരണ ഹൈ പവറിൽ മാത്രം കണ്ടതാണ്. അതിനെ ഇപ്പൊ റെസൊല്യൂഷൻ വെച്ചിട്ടൊന്നും കണ്ടതല്ല. എന്നാലും സാധാരണ കാണാൻ പറ്റില്ല. എന്നാലും ഇത് ഇത്രയും നല്ലൊരു ക്രിസ്റ്റൽ വേറെ ഒന്നിലും കണ്ടു. ഇത്രയും ഭംഗിയുള്ളതും ഈ നടുക്കുള്ള ആ ഒരു ഇത് കണ്ടു. സ്റ്റിയറിംഗ് വീല് പോലെ ഇങ്ങനെ സൈഡിലോട്ടുള്ള ആംഗിൾ കാണാൻ പറ്റും. ആ 3 കോണിലുമുള്ള ആ ഒരു ഇത് കാണാം. അവയെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് കാണാം. ഇതെന്താണ് എന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. കടലാവണക്കിൽ കണ്ടതാണ്. സീഡ്സിലാണ് ഈ ക്രിസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പോയിസൺ ഉള്ളത്. സാധാരണ നീര് പൊടിയിലേക്കും പെയിനിലൊക്കെ വാദം എന്ന് പറയുന്ന രോഗത്തിന്, ഏറ്റവും വാദത്തിനും പിത്തത്തിനും ഒക്കെ ആയുർവേദ ഔഷധങ്ങൾ കഷായമായിട്ടും അല്ലാതെ തന്നെ ഇതിന്റെ തണ്ട് കഷായം വെച്ച് ഒക്കെ കാലിൽ കോരി ഒഴിക്കാനും ദേഹത്ത് കുളിക്കാനും ഒക്കെ ഇത് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൻപുറത്ത് പലരും പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു സസ്യം കൂടിയാണ് കടലാവണക്ക്. ജെട്രോപ്പയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ക്രിസ്റ്റൽ കണ്ടത്. നെക്സ്റ്റ് കാണിക്കുമ്പോൾ നെക്സ്റ്റ് ഒന്ന് എടുക്കും. ഇത് കാണാം നമുക്ക്. ഒരു ബ്ലൂ കളറ് ആ മുകളിൽ കിടക്കുന്നതിനും താഴെ കിടക്കുന്ന ആ ഒരു താഴത്തെ ഇത് നടുക്കുള്ളതിനും ഒക്കെ കാണാം. ചെറിയൊരു ബ്ലൂ പരിവേഷം. അത് ഈ ക്രിസ്റ്റൽ തന്നെ ഉള്ളതാണ്. ആ റൈറ്റ് സൈഡില് നമുക്ക് കാണാം ഒരു നടുക്കൊരു ചെറുത് കിടപ്പുണ്ട്. അത് ഞാൻ നേരത്തെ കാണിച്ചതിന്റെ ചെറുതാണ്. അതിന്റെ ഇത്തിരി കൂടി ചെറുതാണ്, അല്പം കൂടി ചെറുതാണെന്ന്. ഇതിന് നീഡിൽ പോലുള്ള കുറച്ച് കിടപ്പുണ്ട്. അതുകൊണ്ട് ഇത് ഒരുമാതിരി അല്പ ചൊറിച്ചിൽ ഉണ്ടാക്കുന്നതുമാണ്. റൈറ്റ് സൈഡിൽ ചെറിയ കുരുകുര ചെറുതായിട്ട് കിടപ്പുണ്ട്. പിന്നെ ഒന്നിച്ച് ചേർന്ന് കുറച്ച് ക്രിസ്റ്റൽസ് ഉണ്ട്. ഇതെല്ലാം ഓരോ ടൈപ്പാണ്. ഇത് പലതിനും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണ്. ഈ 8 പോലെ നമ്മൾ നേരത്തെ കണ്ട ഒരു ക്രിസ്റ്റൽ ഉണ്ടല്ലോ, കെട്ടി ഇട്ട 8 പോലെ, അത് ഇതിനകത്തുണ്ട്. ഇതൊരു കിടപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയും താഴെ വശത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരെണ്ണം ഒത്തിരി വലുതാണ് 8. ഒരു പിരിയൻ. അത് എങ്ങനെയാണ് കാണണമെന്ന് വെച്ചാൽ കയറ് കെട്ടിയിട്ടാൽ എങ്ങനെ ഇരിക്കും? 8 പോലെ ഒരു പിടി കയറ്, പൊച്ചൻ, അതുപോലെയാണ് കാണുന്നത്. കറക്റ്റും പൊച്ചൻ, ചെറുതായിട്ട് ചുറ്റി കെട്ടിയ പൊച്ചൻ കയറ് ഇരിക്കുന്നത് പോലെയാണ്. അതേപോലെയാണ് അത് കാണുന്നത്. താഴ്വശത്ത് ഒരു പ്ലാറ്റ് പോലെ വരണം കിടന്നത്. ഒരു പ്ലേറ്റ്, അതായത് നമ്മൾ ഈ പാത്രം ഇപ്പോ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ അരിയുന്നതിന് വേണ്ടി ഒരു സാധനം ഉണ്ടല്ലോ, എളുപ്പത്തില് പച്ചക്കറികളൊക്കെ ഇങ്ങനെ ചീകി ഇടുന്നതിനുണ്ടല്ലോ, അതുപോലുള്ള ഒരു സാധനമാണ്. ഈ 2 സൈഡിലും ബ്ലൈഡ് പോലെ കിടക്കുന്ന ഒരു ക്രിസ്റ്റലാണ് താഴെ. നെക്സ്റ്റ്, എല്ലാവർക്കും സുപരിചിതമാണ്. ഇത് കയ്യുണ്ണി എന്നും പറയും. എക്ലിപ്റ്റ ആൽബ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. കയ്യുണ്ണി എന്ന് പറയും നമ്മുടെ നാട്ടില്. ഇത് മറ്റേ പ്രിങ്ക ഇതെല്ലാം കൂടെ ഒക്കെ ചേർത്ത് കടുക്ക, നെല്ലിക്ക, കയ്യുണ്ണി, മറ്റേ അലോവീര, ഇതെല്ലാം കൂടി ചേർത്ത് ഉള്ളിയും ഒക്കെ കൂടി ചേർത്തിട്ട് തലയിൽ തേക്കുന്ന ഒരു എണ്ണ സാധാരണ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് ഇപ്പൊ നമ്മുടെ ഈ ഔഷധ വ്യാപാരങ്ങളിൽ ധാരാളമായി ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് കയ്യുണ്ണി. നമ്മുടെ നാട്ടിലെ കയ്യുണ്ണി ഉണ്ട്. നമുക്ക് ഇതിനെ ഈ ഓയിലായിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അരച്ച് ഇങ്ങനെ പച്ചയായിട്ട് നല്ല ഹെർബീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിനെ എണ്ണ കാച്ചാനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. തലയിലെ എണ്ണയൊക്കെയാണ് മുടി പൊഴിയാതിരിക്കുന്നതിനും താരന് ഇതിനൊക്കെയുള്ള ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചെറിയ പൊക്കത്തിൽ വളരുന്ന, എല്ലായ്പ്പോഴും നല്ല ഗ്രീൻ ആയിട്ട് നിൽക്കുന്നത്, ചിലപ്പോ നല്ല കടുത്ത നിറത്തിലും ചെറിയ നീല നിറത്തിലും ഇത് കാണും. വെളുത്ത പൂക്കളാണ്. ആ പൂക്കളുടെ നടുക്കൊരു കട്ടിയുണ്ട്. കട്ടിയായിട്ടിരിക്കും അതിന്റെ സീഡ്സ് എല്ലാം കൂടി ചേർന്ന്. വെള്ള ദിളങ്ങളും ചെറിയ പൂക്കളാണ്. കൊച്ചു കമ്മൽ പോലുള്ള കൊച്ചു പൂക്കളാണ് കാണുന്നത്. എക്ലിപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഇതിന്റെ ആൽക്കലോയിഡ്. എക്ലിപ്റ്റിനാണെന്ന് നമുക്ക് കാണുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ ഒരു പേര് തന്നെ എക്ലിപ്റ്റ ആൽബ എന്നാണ്. നമുക്ക് സാധാരണ നമ്മുടെ ഈ പേരുകൾ പിന്നെ സ്പ്ലീനും ലിവറിനെ ഇത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഈ ഘടകങ്ങള് സ്പ്ലീനിനും കരളിനുമുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തിന് ഈ കയ്യൊന്നി ഉപയോഗിക്കുന്നതായിട്ട് അറിയാം. പിന്നെ വിഡലോ ലാക്ടോൺ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് പ്രിൻസിപ്പിളും ഇതിനകത്തുണ്ട്. എക്ലിപ്റ്റിന് പുറമെ വെഡലോ ലാക്ടോൺ എന്ന് പറയും. WEDELO ലാക്ടോൺ. ഇതിന്റെ ക്രിസ്റ്റൽസ് ഒന്ന് കാണിക്കാം ഡോക്ടറെ. നെക്സ്റ്റ്, മുകളിൽ ഒരു ക്രിസ്റ്റൽ ഉണ്ടോ? അതിന്റെ നടുക്കുള്ള ഫലകം ശരിക്കും ഒരു അലൂമിനിയത്തിൽ എന്തോ തീർത്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് അത്.
ഇത് ട്രാൻസ്പാരന്റ് അല്ല ഈ ക്രിസ്റ്റൽ, പക്ഷെ നല്ല മെറ്റാലിക് ആണ്. മെറ്റാലിക് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ചേർത്ത് വെക്കുന്ന ഒരു പാത്രം പോലെ. നമ്മുടെ തകരത്തിലൊക്കെ ഒരു പാത്രം ഉണ്ടാക്കി ഇട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും, സ്റ്റീലിലെ തകരമൊക്കെ എടുത്ത് എറിഞ്ഞാല് ആട്ടയുടെ ഒക്കെ ഭാഗം ഇണങ്ങി കിടന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് അത് കിടക്കുന്നത്. ഇതിന്റെ താഴെയുള്ള രണ്ടാമത്തത് കുറച്ച് സൊല്യൂബിൾ ആയിട്ടുള്ള പൗഡറി ഫോം ആയിട്ടുള്ള അമോർഫസ് ആണ്. അത് വലിയ ക്രിസ്റ്റലൈൻ ആണെങ്കിലും അമോർഫസ് ആയിട്ടുള്ള ഒരു പദാർത്ഥമാണ്, കാണുമ്പോൾ തന്നെ അറിയാം. നെക്സ്റ്റ് താഴെയുള്ളതും അതേപോലുള്ള ഏതോ പദാർത്ഥമാണ്. ഇതില് ആ തിരി പോലുള്ളത് ഇതിൽ കാണാൻ കഴിയും. ഔഷധങ്ങളിലെല്ലാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, മിക്കവാറും എണ്ണത്തിലുണ്ട്. ഇതില് നമ്മുടെ കടലാവണക്കിൽ കണ്ട ഒരു ക്രിസ്റ്റൽ പോലുള്ളതാണ് ഈ റൈറ്റ് സൈഡിലെ മധ്യത്തിൽ ആ സ്റ്റാർ പോലുള്ളതിന് തൊട്ട് താഴെയായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. അത് ഇതിന് കൂടിയുള്ളതാണ്. ഡോക്ടറെ നെക്സ്റ്റ്. ഡോക്ടറെ നമുക്ക് ഇനിയിപ്പം സമയം 8 മിനിറ്റ് ആണ് ഉള്ളത്. ഇതുകൂടെ ഉള്ളു ഡോക്ടറെ, ഇതുകൂടെ ഉള്ളു. ഇതിപ്പോ ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. നെക്സോമിക്ക നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. നെക്സോമിക്ക എല്ലാവരുടെയും കാണാൻ പറ്റുന്ന ഒരു, നമുക്കെല്ലാം പരിചയമുള്ള ഒന്നാണല്ലോ. ഞാൻ കൂടുതൽ പറയണ്ട. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ചും നമ്മുടെ സുഷുമ്നയെ കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്ന സാധാരണ മെഡിസിൻസ് കുറവാണ്. കാരികാർബ് പോലുള്ളതൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ യഥാർത്ഥത്തിൽ സുഷുമ്ന നാഡിയിൽ ആക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ നെക്സോമിക്ക കാഞ്ഞിരം എന്ന് പറയുന്നത്. നമ്മുടെ ബ്രസീലിയൻ കാഞ്ഞിരമാണ് നമ്മുടെ ഹോമിയോയിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ കാഞ്ഞിരം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഹോമിയോപ്പതിയിലും മറ്റെല്ലാ ഔഷധങ്ങളിലും ഈ നെക്സോമിക്ക ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണാം. അതിൽ ക്രിസ്റ്റൽസ് ഒന്നും കാണിക്കാൻ അതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ കിടപ്പുണ്ട്. ആ മുകളിൽ കിടക്കുന്നതെല്ലാം നല്ല റൗണ്ട് ക്രിസ്റ്റൽസ് ആണ് കാഞ്ഞിരത്തിൽ. അടുത്തത് കറിവേപ്പില. കറിവേപ്പിലയും ഇതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയുടെ പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാല് ഇതിൽ കരളിനെ ബാധിക്കുന്ന പല അസുഖങ്ങൾക്കും കറിവേപ്പില അരച്ച് ആൾക്കാനായിട്ട് പറ്റും. നമുക്കൊരു കറി ഐറ്റംസിൽ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ് കറിവേപ്പില. വളരെ സ്റ്റിമുലന്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ആണ്. അത് ആഹാരത്തിനെ ദഹിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അതിലുള്ള ഘടകങ്ങളെ ഈ ഔഷധത്തിന് കറികളിലും മറ്റുമുള്ളതിനെ ഒരുമാതിരി അതിനെ ഒന്ന് സമീകൃതമാക്കുന്നതിന് ഈ കറിവേപ്പില സഹായിക്കുന്നു. ഇലയായിട്ട് അതിനെ പച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിലുള്ള മറ്റ് ഔഷധ ഘടകങ്ങളും അതിന് ആന്റി ഓക്സിഡൻസും ഒക്കെ ഒന്ന് നിരത്തി അതിന് ആവശ്യമില്ലാത്ത കുറച്ച് വിഷപദാർത്ഥങ്ങളൊക്കെ നീക്കം ചെയ്ത് അതിനെ കറിക്കും മല്ലിയിലേക്കും കഴിയും എന്നുള്ളതാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നതായിട്ട് ഒരു ഹൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇത് കൊളസ്ട്രോളിനെ നീക്കും എന്ന് കണ്ടിട്ട് എനിക്ക് ഒരു പേഷ്യന്റിനെ കിട്ടി. അദ്ദേഹം വേറെ സൗകര്യം ഇല്ലായിരുന്നു. അപ്പൊ അവരെന്നെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കാണിച്ചു. മറ്റു ഹോമിയോ ഒരു ഡോക്ടറെ കൊണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം മറ്റേ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവരുടെ ലിവറിലാണ്, അവർക്ക് CA ആണ്. ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു, ഹോമിയോ മാത്രമാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ഇപ്പൊ പോകാൻ പറ്റാത്തതുകൊണ്ട് അടുത്താണ്, കുറച്ച് ദിവസമായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അവർക്ക് പല സൈഡിലും ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല വളരെ മുഴ, ഈ അമ്മിയുടെ കുഴവി കണ്ടിട്ടുണ്ടോ, അത് നടുക്ക് വയറിലെടുത്ത് വെച്ച് കെട്ടി അല്ലെങ്കിൽ ഇരിക്കും. അതുപോലെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗാൾ ബ്ലാഡർ ആണോ, ലിവർ ആണോ, കുടലിന്റെ ഭാഗമാണോ, ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവർക്ക് പെയിൻ ഒന്നും ഇല്ല, ശ്വാസവിമിഷ്ടമുണ്ട്, കഫം. ഇതിന് കാരണം ക്യാൻസർ ആണല്ലോ. 4-5 വർഷമായി ഗ്യാസ്ട്രിക് ആയിട്ട് വന്നിട്ട്. പിന്നെ ഇപ്പോ 20 വർഷത്തിന് ശേഷം അവർക്ക് ഇപ്പോ ലിവറിലേക്ക് മെറ്റാസ്റ്റാസിസ് വന്നു. അത് ക്യൂർ ആയതായിരുന്നു. ഒരിക്കലും അത് അലോപ്പതി കഴിച്ചിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നീട് ലിവറിൽ വന്ന ഒരു കേസാണ്. അപ്പൊ ഞാനിതിനെ നോക്കിയിട്ട് എനിക്ക് ഒന്നും അധികം തോന്നില്ല. ഞാൻ പറഞ്ഞു കറിവേപ്പില അരച്ച് കഴിക്കാൻ പറഞ്ഞു, അവർക്ക് പറഞ്ഞിട്ട് വന്നു. സെപ്പിയാണ് ഞാൻ അവർക്ക് കൊടുത്തത് ഇൻഡിക്കേറ്റീവായിട്ട്. അവരുടെ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടിട്ട് വർഷങ്ങളായിട്ട്. പക്ഷെ എനിക്കത് പറയേണ്ട കാരണം, ഈ കേസ് പറയേണ്ട കാരണം, ഞാൻ അതിന്റെ വീട്ടിൽ ചെന്നപ്പോൾ മഞ്ഞല്ലേ, മൂന്നാറിലാണ്. അപ്പോൾ ഇങ്ങനെ മുകളിൽ താഴെ ഇങ്ങനെ ഡാൻഡിലിയം എന്ന് പറയുന്ന ഒരു സസ്യം ഇങ്ങനെ ധാരാളമായിട്ട് നിൽക്കുന്നുണ്ട്, കരാസായി. അത് ഇവരുടെ നാക്ക് പിടിച്ചു നോക്കിയപ്പോൾ നാക്കിൽ മുഴുവൻ വെളുത്ത പാടിങ്ങനെ പറ്റിയിരിക്കണം, നല്ല വൈറ്റ്. അത് ആന്റിഗ്രൂഡിന്റെ ഒരു സിംറ്റം ആണല്ലോ. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഈ ഡാൻഡിലിയോൺ എന്ന് നിൽക്കുന്നു. അവിടെ ആ സുഹൃത്ത് തന്നെ അവരുടെ പടി, വീട്ടിൽ കയറി പോകുന്ന കൊച്ചു കൊച്ചു പടികളുണ്ട്, വലിയൊരു ചെറിയ കുന്ന് പോലെയാണ്. മൂന്നാറിലെ പഴയ ഒരു കോട്ടേജാണ്. അപ്പൊ അവരുടെ വീട്ടിന്റെ ആ പടികളിലെല്ലാം തന്നെ കൽപ്പാശി എന്ന് പറയുന്ന ഒരു ഫ്ലവർ നിൽക്കുന്നതാണ്. അതായത് ഒരു കുമിളാണ്. നമ്മൾ സാധാരണ അവിടെ ഈ മൂന്നാറിൽ നിന്ന് നമ്മൾ സ്പൈസസ് വാങ്ങിച്ചാൽ അവർ ഒരു ചെറിയ കവറിലിട്ട് കുറച്ച് ഫംഗസ് തരും. ഫംഗസ് പൂപ്പല പോലെ തരും, കുമിള്. നിങ്ങൾ അവിടെ നിന്ന് വാങ്ങുമ്പോൾ അറിയാം. അതായത് ആ കുമിള അവിടെ നിന്നാണ് കിട്ടുന്നത്. അത് നമ്മൾ ഈ ബിരിയാണിക്ക് ഇട്ടാൽ ഒരുമാതിരി കൊഴുത്ത ഒരു ടേസ്റ്റ് കൂടുകയും ചെയ്യും. അതിനെ കൽപ്പാശി അഥവാ കൽ ഫ്ലവർ, പാറയിൽ ഉണ്ടാകുന്ന ഫ്ലവർ എന്നാണ് പറയുന്നത്. മൂന്നാറിൽ പല പാറകളിലും കാണാൻ കഴിയും. നമ്മൾ ഈ തണുപ്പുള്ള പ്രദേശങ്ങളിൽ പോയി കഴിയുമ്പോൾ പാറയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. അത് വലിയ വിലയുള്ളതാണ്. അതിനെ ഇളക്കിയെടുത്താണ് അവർ ഈ കവറിലിടുന്നത്. അതുപോലെയായിരുന്നു ഇവരുടെ നാക്കെന്ന് എനിക്ക് ഒരു ഐഡിയ തോന്നി. അത് അവരുടെ പടികളെല്ലാം ഇങ്ങനെ ഇദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡാൻഡിലിയോൺ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ ഇവർക്ക് ടരാസാക്കം
കൊടുത്തു. പക്ഷേ ഇവർക്ക് ടാരാക്സാക്ക് നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുകയുമാണ്. ആ ഡോക്ടർ കോട്ടയത്ത് എവിടെയുള്ള ഒരു പാരമ്പര്യ ഹോമിയോ ഡോക്ടർ കുറച്ച് ഒരു സന്യാസാശ്രമത്തിൽ നിന്നും കണ്ടാണെന്ന് തോന്നുന്നു. അവർക്ക് കുറച്ച് മരുന്നുകളൊക്കെ കൊടുത്തിരുന്നു. അതിൽ ഞാൻ നോക്കിയപ്പോൾ അവര് അന്ന് ഇന്നത്തെ ടാരാക്സാക്ക് കാണിക്കുന്നത്. അവർ 26 ദിവസം ഞാൻ ഈ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയും കൊടുത്തു, സെപ്പിയും മാത്രമാണ് കൊടുത്തത്. പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോൾ 1-2 ദിവസം 3 ദിവസത്തിൽ ഒരിക്കലാണ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവരുടെ ഈ അമ്മിക്കുഴ പോലെ ഇങ്ങനെ മുകളിലോട്ട് ഇരുന്ന ആ ഭാഗം നിശേഷം വാർന്നു പോയി. യൂറിനിലൂടെ പോയില്ല, മലത്തിലൂടെ പോയില്ല, ഇന്റേണൽ ആയിട്ട് ബ്ലീഡിങ്ങിന്റെ യാതൊരു സിംറ്റം ഒന്നും കാണുന്നില്ല. അവർ നല്ല സ്മൂത്തായിട്ട് അന്ന് വരെ കിടന്ന സ്ത്രീ രാവിലെ എണീറ്റ് തനിയെ പോയി കുളിച്ച് വെയിലത്തിരിക്കുകയാണ് ഞാൻ ചെന്നത്. ബാത്റൂമിൽ പോയി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് എങ്ങനെ പോയി എന്ന് ഞാൻ ഈ ക്ലാസ്സിൽ പല ദിവസവും സംശയം ചോദിക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും ഞാനത് ഒഴിവാക്കി എന്നുള്ളതാണ് വാസ്തവം. എന്തായിരുന്നാലും അവര് അതിനുശേഷം അവർ 26 ദിവസം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഷുഗർ കൂടിയിട്ട് നമ്മൾ പറയുന്നത് അടുത്തൊരു സിസ്റ്റർ ഉണ്ട്, അവരൊന്ന് ഷുഗർ നോക്കുമായിരുന്നു. അന്ന് അടുത്ത കാലത്തായിട്ട് അവരെ കിട്ടിയില്ല, ഷുഗർ താണു പോയി. എന്നിട്ട് റാറ്റ്നിങ് വന്നപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ അന്ന് പോകാൻ പറ്റുന്ന സ്ഥലമല്ല, അവിടെ ആനയും ഒക്കെ ഇവിടെ വേണം. രാത്രി അങ്ങോട്ട് കൊണ്ടുപോയില്ല, ഒരു വണ്ടിയിലാണ് എന്നെ കൊണ്ടുപോയി കാണിച്ചത്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു പ്രേസാണ്. അവര് 9:30 ആയപ്പോൾ അവര് തന്നെ മൂന്നാർ ടൗണിൽ വന്ന് ഞാൻ പറഞ്ഞ പ്രകാരം അവർക്ക് 1-2 മെഡിസിൻസ് ഒക്കെ ഇംഗ്ലീഷ് മരുന്ന് തന്നെ ഷുഗറിന് വേണ്ടി ഒന്ന് സപ്പോർട്ടീവായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തുവെങ്കിലും റാറ്റ്നിങ് കൂടി പിറ്റേന്ന് എന്നെ ചെന്ന് കാണുമ്പോൾ അവർ വളരെ കൂടുതലായിട്ട് ഇങ്ങനെ ഞാൻ ആന്റിൻ ടാർട്ട് കൊടുത്തു. അപ്പോഴാണ് ഇവരുടെ നാക്കിന്റെ ഇത് എനിക്ക് കൂടുതലായിട്ടും വന്ന് ഞാൻ ആന്റിൻ ടാർട്ട് കൊടുക്കണമായിരുന്നു എന്ന് വിചാരിക്കും. നാക്കിന്റെ ഞാൻ ആന്റിൻ ടാർട്ട് കൊടുത്തില്ല, രസക്ഷം കൊടുത്തോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആന്റിൻ ടാർട്ട് കൊടുക്കാത്തത്. ആന്റിൻ ടാർട്ട് കൊടുക്കുകയും ആ സ്ത്രീക്ക് അന്ന് രാത്രി അവര് മരിച്ചുപോയി. എന്നിട്ട് എനിക്ക് അവിടെ മൂന്നാർ ചെന്നപ്പോൾ കിട്ടിയ ആദ്യത്തെ ഒരു കേസാണ്. പക്ഷെ അത് 26 ദിവസം വളരെ ഹെൽത്തി ആയിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവരെങ്ങനെയോ ഇരുന്നു എന്നുള്ളതാണ്. ഈ ഡിസ്ചാർജ് ഇതുപോലെ ഈ മുഴച്ചിരുന്നത് വായുവല്ല, ശരിക്കും പറഞ്ഞാൽ കുടലിന്റെ ഭാഗമാണ്. ഗാൾ ബ്ലാഡർ വന്നു. ആ ഗാൾ ബ്ലാഡർ ആകാൻ സാധ്യതയുണ്ട്. ഇത്രയും വലുതാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അതിന്റെ ആ ഫ്ലൂയിഡ് എങ്ങോട്ട് പോയി എന്ന് അറിയില്ല. ഗാൾ ബ്ലാഡർ ആണെങ്കിലും ആയിരിക്കാം ഇത്രയും വേഗം അത് ഡിസ്ചാർജ് വഴി പോകാൻ സാധ്യത. എന്തായാലും അവർക്ക് ഇങ്ങനെ ഒരു റിലീഫ് സെപ്പിയ വഴി സാധിക്കും. ഞാൻ വേറെ ഒരു കേസിൽ സെപ്പിയാണ് എന്നെ ഇതുപോലെ ഒരു ലിവർ കേസ് എനിക്ക് വന്നു. കുറേ ബയോകെമിക്സ് എല്ലാം നോർമലായ ഒരു കേസുണ്ട്. 1 ഇയർ അവരുണ്ടായിരുന്നു. പെട്ടെന്ന് അവർക്ക് ഗ്യാസ്ട്രിക് മീസൻട്രിക്കിലേക്ക് പോവുകയും അവരുടെ പഴയ ഡോക്ടറിൽ നിന്ന് കാണുകയും ഒരാഴ്ച അവരെ ICUയിൽ വെക്കുകയും ട്രിപ്പൊക്കെ ഇട്ട് അവർ മരിച്ചു പോയി. അവരെയും വീണ്ടും അവർ വരാൻ പറ്റിയില്ല. അവർ വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇതാണ് കറിവേപ്പിലിന്റെ പ്രധാനം എന്ന് പറയുന്ന അതാണ്. കറിവേപ്പില അരച്ച് ഉരുട്ടി കഴിക്കാൻ പറയും. അടുത്തത് ഇതിന്റെ ക്രിസ്റ്റൽസ് കാണാൻ, മുറയുടെ ക്രിസ്റ്റൽസ് ഡോക്ടർ തീരാറായി, 1 മിനിറ്റേ ഉള്ളൂ, അതുകൂടെ ഒന്ന് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഈ ക്രിസ്റ്റൽസ് ആണ് സാധാരണ മുറയിൽ കാണുന്നതാണ്. അടുത്തത് ഇതിന്റെ കുറച്ചുകൂടെ നെക്സ്റ്റ് പെട്ടെന്ന് പോകാം. ഇതിലെ കണ്ണ് പോലെ കിടക്കുന്ന ഒരു ക്രിസ്റ്റൽ നടക്ക്, അത് ക്രിസ്റ്റൽ ചരിഞ്ഞു കിടന്ന് കാണുന്നതാണ്. ഇതെല്ലാം നല്ല ഗ്ലാസി ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. ആ മുകളിലുള്ളതും നല്ല ട്രാൻസ്പാരന്റ് ആണ്, വാട്ടർ സൊല്യൂബിൾ ആണ്. നെക്സ്റ്റ് ഇതിനിപ്പോ നമുക്ക് 3-4 ഉണ്ട്, ആണെങ്കിൽ അടുത്ത ക്ലാസ്സിലാക്കാം. ഇത് ഇനി കറുകയാണ്. നമുക്ക് ഡിസ്കഷനും കൂടെ വെക്കണം ഡോക്ടർ. എന്താ ഇതുവരെയും എല്ലാരും കേട്ടോണ്ട് 3 ശരി, എന്നാൽ ക്ലാസ് ഡോക്ടറെ ഈ കറുക ഇവിടെ പറഞ്ഞിട്ട് ഡിസ്കഷനിലേക്ക് പോകാം. ഡിസ്കഷൻ ആണെങ്കിൽ ഈ കറുക പറയാം. ഈ കറുകയുടെ ക്രിസ്റ്റൽ കണ്ടോ, ഇന്ന് ഇതിൽ ഡിസ്കഷന് ഫോസ്ഫറസ് സൈലീഷയൊക്കെ ഉള്ളതാണ് കറുക. എന്നാലും ഞാൻ പിന്നെ പറയാം. ഇതെനിക്ക് തമാശ പറയാനുള്ള ഒരു കാര്യമുണ്ട്, അതാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. ഈ കറുകയില് ഇതൊരു വള്ളം പോലെ കിടക്കുകയാണ്. കറുക മരണശേഷം നമ്മുടെ ഈ ഇതില് ഉപയോഗിക്കുന്ന ഒരു ആചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കറുകപ്പുല്ല് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ സിലിണ്ടർ ആയിട്ടുള്ള പാർട്ട് വളരെ നല്ല ഔഷധമാണ്. ഈ വ്രണങ്ങൾക്കെല്ലാം വളരെ സൈലീഷയുടെ പാർട്ട് പോലെ പ്രയോജനപ്പെടുന്ന ഒരു മരുന്നാണ് കറുക. ബ്ലീഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഇതിന്റെ ക്രിസ്റ്റൽ ഒന്നുകൂടെ കാണിക്കും, മുകളിലോട്ട് കാണിക്കും. സിനോഡോൺ ഡക്റ്റൈലോൺ എന്നാണ് കറുക. ബർമൂദ ഗ്രാസ് നമ്മുടെ നാട്ടിലുള്ളതാണ്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതിനകത്ത് മോതിരം പോലെ ഒരു ക്രിസ്റ്റൽ കിടക്കുന്നുണ്ട്. ഇപ്പുറത്ത് പോകുന്ന ബബിളാണ്, ബബിൾ രൂപപ്പെട്ടാണ് മോതിരം പോലെ ആയത്. ഇത് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെ എടുത്ത് പിടിക്കുന്ന നമ്മുടെ ഈ ദൈവങ്ങളുടെ എല്ലാം അമ്പലത്തിലെ പുറകുവശത്ത് ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതുപോലെയാണ് ഇത് കിടക്കുന്നത്. ഇത് മോതിരം എടുത്ത് അണിഞ്ഞുകൊണ്ട് ഈ മുകളിൽ കിടക്കുന്ന ചെറിയ തോണിയിൽ കയറി ആത്മാവ് പോകുന്നു എന്ന ഒരു ചെറിയ സങ്കല്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു മനസ്സിൽ കണ്ടുപോയി അന്ന് ഇത് കണ്ടതിന്റെ ശേഷം. ഈ താഴെ ധാരാളം ക്രിസ്റ്റൽസ് കെട്ടിയിട്ടുള്ളതുപോലെയൊക്കെയുള്ള പഴയ നമ്മുടെ പല ചെടി സസ്യങ്ങളും കാണുന്നവരുള്ളത് ഇതിനെ ധാരാളമായിട്ട് കാണാൻ കഴിയും. നെക്സ്റ്റ് കറുക. നെക്സ്റ്റ് കാണാം ഡോക്ടർ. ഒരു ക്ലാസ് ആയിട്ട് വെക്കുന്നതല്ലേ സാറേ നല്ലത്? എന്നാ പിന്നെ പോട്ടെ, ഒരു 5-6-10 എണ്ണം ഉണ്ട് ഇനി. നെക്സ്റ്റ് ഒന്ന് എടുക്കാം. ശരി, നമുക്ക് കറുക മുതൽ അടുത്ത പ്രാവശ്യം തുടങ്ങാം. അതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഇതുവരെയും 3 ക്ലാസ് ആയിട്ട് നമുക്കൊരു ഡിസ്കഷന് സമയം കിട്ടിയിട്ടില്ലല്ലോ.
അടുത്ത പ്രാവശ്യം നമുക്ക് ക്ലാസ് തീർന്നിട്ട് ഒരു ഡിസ്കഷന് കുറച്ച് സമയം കൂടെ വെക്കുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് അബ്ദുൽ സലാം സാറിനെ ക്ഷണിക്കുകയാണ്. ഇന്ന് നമുക്ക് ഡിസ്കഷന് സമയമില്ല, അതുകൊണ്ടാണ്. അബ്ദുൽ സലാം സാറേ, സാറുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. മഷു ഡോക്ടർ നന്നായിട്ട് അവതരിപ്പിച്ച വിഷയം, പക്ഷേ അദ്ദേഹത്തിന് മതിയായിട്ടില്ല. മാത്രമല്ല, നമുക്ക് മതിയായിട്ടില്ലെങ്കിലും അതിന്റെ കൃത്യമായ സമയം പാലിക്കേണ്ടതുണ്ടായതുകൊണ്ടാണ് മറിയാമ്മ ഡോക്ടർ അതിൽ ഇടപെട്ടത്. 9 മണി കൃത്യത്തിന് നമ്മൾ നിർത്തണം മഷൂദ് ഡോക്ടർ. അപ്പൊ അതാണ് ഡോക്ടറോട് പറഞ്ഞത്. ഇനി അടുത്ത പരിപാടിക്ക് നമ്മൾ 10 മിനിറ്റ് 15 മിനിറ്റ് ഡിസ്കഷന് വെക്കണം സമയം എന്ന ഒരു അഭിപ്രായം കൂടി ഞാൻ അറിയിക്കുകയാണ് പ്രത്യേകം. നമ്മളെ 1 മണിക്കൂറിനുള്ളിൽ 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ ഡിസ്കഷൻ വെക്കുക മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ട്. അതിന് കൂടി ഡോക്ടർ ടൈം കാണണം. വളരെ വളരെ നല്ല പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ എല്ലാ വശങ്ങളും തൊട്ടു അറിയിച്ചൊക്കെ ചെയ്തു. ഇനിയും ഒരുപാട് പറയാനുണ്ട്. അതിന് നമുക്ക് അടുത്തൊരു ദിവസം തന്നെ ഒരേ സെഷനും കൂടി വെക്കണം. 1 2 സെഷൻ വെച്ചിട്ട് നമുക്ക് സൗകര്യപ്രദമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ പരിപാടി നടത്തണം. പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഡോക്ടർക്കും. അതുപോലെ തന്നെ ഇതുവരെ സശ്രദ്ധം കേട്ട എല്ലാ IAPHന്റെ അഭ്യുദയകാംക്ഷികൾക്കും നന്ദി പറയുന്നു. താങ്ക്സ്. നന്ദി അബ്ദുൽ സലാം സാറേ. അതുപോലെ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത പ്രാവശ്യത്തെ ക്ലാസ് നമുക്ക് കുറച്ചും കൂടെ നേരത്തെ തീരുമെന്ന് വിചാരിക്കുന്നത്. ഇനി 5-8 സ്ലൈഡും കൂടെ ഉണ്ടെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിസ്കഷനും കൂടെ സമയം കണ്ടെത്തണം. ഇത്ര നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു താല്പര്യം എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ റിസ്ക് എടുത്താണ് ഡോക്ടർ ചെയ്യുന്നത്. ഇത് നമുക്ക് വെളിപ്പെടുത്തി തരികയും ഈ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്ത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1707 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.